നമസ്കാരം. നമ്മളിവിടെ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ടാണ്. എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറയുകയുണ്ടായി. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഏതൊക്കെ ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ടാണ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, മ്യൂച്വൽ ഫണ്ടിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 3 ഭാഗങ്ങളായിട്ടാണ്. നമുക്കറിയാം, നമ്മളൊരുപാട് അസറ്റ്സ് പരിചയപ്പെട്ടു. കഴിഞ്ഞ ക്ലാസ്സിൽ അസറ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. നമ്മളൊരുപാട് സ്ട്രക്ചർ ഉണ്ട് മ്യൂച്വൽ ഫണ്ടിൽ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ട്രക്ചർ പറഞ്ഞിരുന്നു. ഓക്കെ, ശരിക്കും പറയുകയാണെങ്കിൽ അസറ്റിനെ ബേസ് ചെയ്തിട്ട് മ്യൂച്വൽ ഫണ്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് മ്യൂച്വൽ ഫണ്ടിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ഗോളിനെ ബേസ് ചെയ്തിട്ട് മ്യൂച്വൽ ഫണ്ടിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അസറ്റ് ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് ആദ്യം പറയുന്നത് ഇക്വിറ്റി ഫണ്ടാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ഷെയറാണ്. ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളാണ് ഇക്വിറ്റി ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ പൂർണ്ണമായിട്ടും ഷെയർ മാർക്കറ്റിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അപ്പോൾ അത് ഇക്വിറ്റി കൂടുതൽ ഫേസ് ചെയ്യുന്ന, ഇക്വിറ്റിയിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളാണെന്ന് വേണമെങ്കിൽ പറയാം. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാം, ഡെപ്റ്റ് ഫണ്ട് എന്ന് പറയുന്നത് ബോണ്ടുകളിൽ, ഗവൺമെൻറ് ബോണ്ടുകളിലും കോർപ്പറേറ്റ് ബോണ്ടുകളിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് തന്നെ അസറ്റിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം, ഇക്വിറ്റി ഉണ്ട്, ഡെപ്റ്റ് ഉണ്ട്, ഗോൾഡ്, ഇതൊക്കെ അസറ്റാണ്. അസറ്റിനെ ബേസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതികളാണ് ഉള്ള ഫണ്ടിനായിട്ടുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഹൈബ്രിഡ് എന്ന് പറയുന്നത് രണ്ടും കൂടി മിക്സ്ഡാണ്. അപ്പോൾ ഇക്വിറ്റി ഉണ്ടാവും, ഡെപ്റ്റും കൂടി മിക്സ് ചെയ്തതുള്ള, അത് ഈക്വൽ റേഷ്യോയിലാവാം. ചിലപ്പോൾ 80-20% ആയിരിക്കാം, ചിലപ്പോൾ 40-60 ആയിരിക്കാം. അങ്ങനെ ഹൈബ്രിഡ് ഫണ്ടുകളുണ്ട്, രണ്ടിലും മിക്സ് ചെയ്ത് ചെയ്യുന്ന മെത്തേഡ്. പിന്നെ വരുന്ന കമ്മോഡിറ്റി ഫണ്ട്. നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ കമ്മോഡിറ്റിയിൽ പെടുന്നതാണ് ഗോൾഡ്, സിൽവർ, ഇതൊക്കെ. അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകൾ. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ മെയിൻ ഫോക്കസ് കമ്മോഡിറ്റി ഫണ്ടിലാണെങ്കിൽ ഗോൾഡ്, സിൽവർ അങ്ങനെയുള്ള കമ്മോഡിറ്റികളിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഗോൾഡിൻ്റെ റേറ്റിൽ വരുന്ന വ്യത്യാസമായിരിക്കും ഈ ഫണ്ടിനെയും വ്യത്യാസപ്പെടുത്തുന്നതെന്ന് അർത്ഥം. ഫണ്ട് ഓഫ് ഫണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സാധാരണ നമ്മൾ ചെയ്യുന്നത് എന്താണ്, സ്റ്റോക്സിലും ഡെപ്റ്റ്സിലും ഗോൾഡിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന മ്യൂച്വൽ ഫണ്ട് വേറൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ പറയുന്നതായിരിക്കും. പിന്നെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് ഓപ്പൺ എൻഡഡ് ഫണ്ട്, ക്ലോസ് എൻഡഡ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് തരംതിരിച്ച് ചെയ്യുന്നുണ്ട്. ഓപ്പൺ എൻഡഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സമയത്ത് വാങ്ങാനും ഏത് സമയത്ത് വിൽക്കാനും പറ്റുന്ന തരത്തിലുള്ളൊരു ഫ്ലെക്സിബിലിറ്റിയാണ് ഓപ്പൺ എൻഡഡ് ഫണ്ടിലുള്ളത്. ക്ലോസ് എൻഡഡ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത സമയത്തേക്ക് ലോക്കിംഗ് പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് കുറേ കാലം കഴിഞ്ഞിട്ട് നമുക്കത് വിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 3 വർഷം കഴിഞ്ഞിട്ട് വിൽക്കാൻ പറ്റുള്ളൂ. എങ്ങനെയുള്ളത് തന്നെയാണ് ലോക്കിംഗ് പീരീഡ് എന്ന് പറയുന്നത്. അത്തരം ഫണ്ടുകളെയാണ് ക്ലോസ്ഡ് എൻഡഡ് ഫണ്ട് എന്ന് പറയുന്നത്, ക്ലോസ് എൻഡഡ് ഫണ്ട്. ഇൻ്റർവെൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിൻ്റെ മിക്സാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിലായിരിക്കാം ചിലപ്പോൾ അത് വാങ്ങാനും വിൽക്കാനും പറ്റുന്നുണ്ടാവുക. അപ്പോൾ അതിനാണ് ഇൻ്റർവെൽ ഫണ്ട് എന്ന് പറയുന്നത്. ഈ ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾ എന്ന് പറയുമ്പോൾ, ഇൻവെസ്റ്റ്മെൻറ്റ് പല ആളുകൾക്കും പല ഗോളായിരിക്കാം. ചിലപ്പോൾ ഒരു റിട്ടയർമെൻറ്റ് പ്ലാൻ ആയിരിക്കാം, ചിലപ്പോൾ ഒരു വീട് വയ്ക്കുക എന്നുള്ളതായിരിക്കാം ഒരു പ്ലാൻ. അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗോളിനെ ബേസ് ചെയ്തിട്ട് ഗ്രോത്ത് ഫണ്ട്, ഇൻകം ഫണ്ട് അങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ഗ്രോത്ത് ഫണ്ട്, ഇൻകം ഫണ്ട്, ടാക്സ് സേവിങ് ഫണ്ട്സ്, ഇൻഡെക്സ് ഫണ്ട്സ്, സെക്ടറൽ ഫണ്ട്സ്. ജസ്റ്റ് റഫായിട്ട് പറയുകയാണെങ്കിൽ, ഗ്രോത്ത് ഫണ്ട് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. ഗ്രോത്ത് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഗോളാക്കി വെച്ചുകൊണ്ട്, അതായത് ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്നുള്ളതാണ് ഗോൾ എന്നുള്ള രീതിയിലായിരിക്കാം ഗ്രോത്ത് ഫണ്ട് വരുന്നുണ്ടാവുക. ഇൻകം എന്ന് പറയുന്നത് ക്യാപിറ്റൽ അപ്രീസിയേഷനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നമുക്ക് റെഗുലർ ആയിട്ടുള്ളൊരു ഇൻകം കിട്ടുന്ന ഒരു രൂപത്തിലായിരിക്കും അതിന് ഗോൾ ആയിട്ട് വെച്ചിരിക്കുന്നുണ്ടാവുക. ടാക്സ് സേവിംഗ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമല്ല, നമുക്ക് ടാക്സ് സേവ് ചെയ്യുക പർപ്പസിന് വേണ്ടിയിട്ടുള്ള സെക്ഷൻ 80C പ്രകാരമുള്ള ബെനഫിറ്റ് കിട്ടുന്ന രീതിയിലായിരിക്കണം പോകേണ്ടത് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അത്തരം ഫണ്ടുകളാണ് ടാക്സ് സേവിങ് ഫണ്ടിൽ പെടുന്നത്. പിന്നെ ഇൻഡെക്സ് ഫണ്ട്, അത് നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ NSE BSE എന്ന് പറയുന്ന സൂചികകളെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇതിന് ഇൻഡെക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇൻഡെക്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻഡെക്സിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ നിഫ്റ്റി 50 ഇൻഡെക്സിൽ ഫോക്കസ് ചെയ്യുന്ന ഫണ്ടുകളുണ്ടായിരിക്കാം, ബാങ്ക് നിഫ്റ്റിയിൽ ഫോക്കസ് ചെയ്യുന്ന ഫണ്ടുകളുണ്ടായിരിക്കാം. അങ്ങനെ ഇൻഡെക്സ് ബേസ് ചെയ്തിട്ട് പോകുന്ന ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മെത്തേഡായിരിക്കും ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത്. സെക്ടറൽ ഓർ തിമാറ്റിക് ഫണ്ട് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സെക്ടർ, നമുക്കറിയാം IT, ഫാർമ, ഇതൊക്കെ സെക്ടേഴ്സാണ്, വ്യത്യസ്ത തരത്തിലുള്ള സെക്ടേഴ്സാണ്. അപ്പോൾ അത്തരം സെക്ടർ
സെക്ടറുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളെയാണ് സെക്ടറൽ ഓർ തെമാറ്റിക് ഫണ്ട് എന്ന് പറയുന്നത്. അതിന് നമുക്ക് അസറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഫണ്ടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം. അസറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഇക്വിറ്റി ഫണ്ടാന്ന് പറഞ്ഞു. അസറ്റിനെ ബേസ് ചെയ്തിട്ട് ഇക്വിറ്റി ഫണ്ടാണ്. അസറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞത് ഇക്വിറ്റി ഫണ്ടാണ്. എന്താണ് ഇക്വിറ്റി ഫണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇക്വിറ്റി ഫണ്ട് എന്ന് പറയുന്നത് ഒരു മ്യൂച്വൽ ഫണ്ടാണ് ദാറ്റ് പ്രൈമർലി ഇൻവെസ്റ്റ് ഇൻ സ്റ്റോക്സ്. പ്രൈമർലി ഇൻവെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇക്വിറ്റി ഫണ്ടിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്സുകളിലേക്ക്, പ്രൈമറി സ്റ്റോക്സുകളിലേക്ക് അല്ലെങ്കിൽ സെക്കൻഡറി സ്റ്റോക്സുകളിലേക്ക് അല്ലെങ്കിൽ ഒരു തേർഡ് കാറ്റഗറി സ്റ്റോക്സുകളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. മീൻസ് സ്റ്റോക്സിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ദീസ് വൺസ് എയിംസ് ഫോർ ക്യാപിറ്റൽ അപ്രീസിയേഷൻ. ഈ ഫണ്ടിൻ്റെ, അതായത് ഇക്വിറ്റി ഫണ്ടിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ അപ്രീസിയേഷനാണ് ഓവർ ദ ലോങ് ടേം. കൂടുതൽ കാലഘട്ടത്തേക്ക്, ദീർഘകാലത്തേക്ക് നിക്ഷേപം നടത്തുന്ന ഏതൊരു കാലയളവിലേക്കും ഒരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഫണ്ടുകളൊക്കെ ഫോളോ ചെയ്തു പോകുന്നത്. ബേസ്ഡ് ഓൺ അസറ്റ് ക്ലാസ്, ഇക്വിറ്റി ഫണ്ട്സ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ആസ് ഫോളോസ്. ഈ ഇക്വിറ്റി ഫണ്ടിനെ പലതായി തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത്തെ പറയുന്നത് ലാർജ് ക്യാപ് ഫണ്ടാണ്. ലാർജ് ക്യാപ് ഫണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ കാറ്റഗറി പറയുന്നത്. ലാർജ് ക്യാപ് ഫണ്ട്. ലാർജ് ക്യാപ് ഫണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പേരിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ലാർജ് ക്യാപ് ഫണ്ട് എന്ന് പറയുന്നത് ലാർജ് ക്യാപ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ക്യാപിറ്റലുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും വലിയ ക്യാപിറ്റൽ എങ്ങനെയാണെന്ന് തിരിച്ചറിയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ, അതായത് ഒരു ഷെയർ മാർക്കറ്റ് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഏകദേശം 2000-ലധികം കമ്പനികളുണ്ടെന്ന് ഷെയർ മാർക്കറ്റിൽ. അതിലാദ്യം വരുന്ന 100 കമ്പനികൾ, അതിലേറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപ്പ് വരുന്ന കമ്പനികൾ, ആദ്യത്തെ 100 കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ലാർജ് ക്യാപ് കമ്പനീസ്, ലാർജ് ക്യാപ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം, അതായത് നമുക്ക് 1 മുതൽ 2000 വരെ കമ്പനികൾ എടുക്കുകയാണെങ്കിൽ അതിൽ 1 മുതൽ 100 വരെയുള്ള കമ്പനികളിലായിരിക്കും ആദ്യത്തെ 100 കമ്പനികളിലാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളതെന്ന് പറയുന്നത്. പിന്നെ അതിന് താഴെയായിട്ട് ഇങ്ങനെ ഇറങ്ങി വരും. മാർക്കറ്റ് ക്യാപ്പ് കുറഞ്ഞു വരുന്ന കമ്പനികളായിരിക്കും അതിന് ശേഷം. അപ്പോൾ ആ 100 കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ടുകളാണ് ലാർജ് ക്യാപ് ഫണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ സ്റ്റോക്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ HDFC ബാങ്ക്, ICICI ബാങ്ക്, ഇൻഫോസിസ്, ഇതൊക്കെ ലാർജ് ക്യാപ് സ്റ്റോക്കുകളാണ്. അത്തരം വലിയ കമ്പനികളിൽ ഒരുപാട് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ക്യാപ്പ് വളരെ കൂടുതലായിരിക്കും. ഇത്തരം കമ്പനികൾ മാത്രം സെലക്ട് ചെയ്ത ഫണ്ടുകളെയാണ് ലാർജ് ക്യാപ് ഫണ്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ റിസ്ക് താരതമ്യേന കുറവായിരിക്കും. കാരണം ഇത്തരം സ്റ്റോക്കുകൾ വരുന്ന കയറ്റിറക്കങ്ങളും കുറവായിരിക്കും. കയറാനുള്ള സാധ്യതയും കുറവായിരിക്കും, കയറാനുള്ള സാധ്യതയും കുറവായിരിക്കും, ഇറങ്ങാനുള്ള സാധ്യതയും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ റിസ്ക് കമ്പാരിറ്റീവ്ലി മറ്റുള്ള സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റിസ്ക് ലോ ടു മോഡറേറ്റ് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. റിട്ടേൺ ആയാലും ഒരു സ്റ്റേബിൾ റിട്ടേൺ ആയിരിക്കും, ഒരു കോൺസിസ്റ്റൻറ്റ് റിട്ടേൺ ആയിരിക്കും. അല്ലാതെ നമുക്കൊരു പെട്ടെന്നൊരു ഗ്രോത്ത് എന്ന് പറയുന്നതല്ല, ഒരു സ്റ്റേബിൾ ആൻഡ് കോൺസിസ്റ്റൻറ്റ് റിട്ടേൺ ആയിരിക്കും. ഒരു 10 to 12% അങ്ങനെ ഒരു ബേസിസിലേക്ക് നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അതൊക്കെ മാർക്കറ്റിനനുസരിച്ചാണ്, നമുക്കൊരിക്കലും ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു സംഭവമല്ല. എന്നിരുന്നാലും തന്നെയും ഇതിനൊരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. റിട്ടേണിൻ്റെ കാര്യത്തിലായാലും അതിനൊരു കോൺസിസ്റ്റൻസി ഉണ്ടായിരിക്കും. അതൊരു കോൺസിസ്റ്റൻ്റ് ആയിരിക്കും റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഫണ്ടിനൊരു ഉദാഹരണമാണ് SBI ബ്ലൂ ചിപ്പ് ഫണ്ട്, ICICI പ്രൊഡൻഷ്യൽ ബ്ലൂ ചിപ്പ് ഫണ്ട് എന്നൊക്കെ പറയുന്ന കുറേ ഫണ്ടുകളുണ്ട്. ഇതൊക്കെ ലാർജ് ക്യാപ് ഫണ്ടിന് ഉദാഹരണങ്ങളാണ്. അടുത്തത് പറയുന്നത് മിഡ് ക്യാപ് ഫണ്ടാണ്. മിഡ് ക്യാപ് ഫണ്ട് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു നമ്മൾ 1 മുതൽ 100 വരെയാണ് ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 101 മുതൽ 250 വരെയുള്ള കമ്പനികൾ, അതിൻ്റെ തൊട്ട് താഴെ വരുന്ന 250ഓളം കമ്പനികൾ, 101 മുതൽ 250 വരുന്ന 150ഓളം കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന, അതായത് അത് 150 കമ്പനികൾ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ക്യാപ്പ് ഓർഡർ ബേസിസിൽ, റാങ്കിങ് ബേസിസിൽ കുറഞ്ഞിട്ടാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ ആളായിരിക്കും 1ാമത്തെ സ്ഥാനത്ത് ഉണ്ടാവുക, 2ാം സ്ഥാനത്തിൽ അതിന് കുറച്ച് താഴെയായിരിക്കും. അതേപോലെ 101 കഴിഞ്ഞ് 102 കഴിഞ്ഞ് 250ാമത്തെ പൊസിഷൻ വരുന്നുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളാണ് മിഡ് ക്യാപ് ഫണ്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ റിസ്ക് താരതമ്യേന മോഡറേറ്റ് ടു ഹൈ ആയിരിക്കും. കാരണം അറിയാലോ, നമുക്ക് അത്രയും വളർന്നുകൊണ്ടിരിക്കുന്ന കമ്പനികളിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മറ്റേത് വളർന്നു കഴിഞ്ഞ കമ്പനികളായിരുന്നു ലാർജ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ. ഇത് വളർന്നുകൊണ്ടിരിക്കുന്ന കമ്പനികളാണ്. അപ്പോൾ അവിടെ അപ്സ് ആൻഡ് ഡൗൺസ് കുറച്ചും കൂടി കൂടുതലായിരിക്കും. ലാർജ് ക്യാപ്പ് സ്റ്റോക്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺസ് കുറച്ചും കൂടി കൂടുതലായിരിക്കും, കൂടുതൽ വോളറ്റൈലായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി കളിക്കുന്ന അതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസ്ക് എന്ന് പറയുന്നത് മോഡറേറ്റ് ടു ഹൈ ആയിരിക്കും. ഹൈ റിസ്കിലേക്ക് വരാം എന്നുള്ളതാണ് പറയുന്നത്. റിട്ടേൺ ആയാലും തന്നെ ഹയർ ദാൻ ലാർജ് ക്യാപ്പ് ഓവർ ലോങ് ടേം.
ഓവർ ലോങ് ടേം നോക്കുകയാണെങ്കിൽ ഒരു 10 വർഷം 20 വർഷത്തേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ലാർജ് ക്യാപ്പിനേക്കാളും കൂടുതൽ റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം ഈ മിഡ് ക്യാപ്പിൽ നിന്നുള്ള കമ്പനികളാണ് അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളാണ് മിക്കവാറും ലാർജ് ക്യാപ്പായി മാറിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലുള്ള റിട്ടേണും അതേപോലെ തന്നെ ഒരു ഹയർ ആയിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കൊടാക് എമർജിംഗ് എക്വിറ്റി ഫണ്ട്, ആക്സിസ് മിഡ് ക്യാപ്പ് ഫണ്ട്, ഇതൊക്കെ നമുക്ക് മിഡ് ക്യാപ്പ് ഫണ്ടുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ, സ്മോൾ ക്യാപ്പ് ഫണ്ടിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനീസ് റാങ്ക്ഡ് 251 ആൻഡ് ബിലോ. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 250 വരെ നമ്മൾ മിഡ് ക്യാപ്പിലേക്ക് പോയി. 250ക്ക് ശേഷം താഴെ വരുന്ന എല്ലാ സ്റ്റോക്കുകളും സ്മോൾ ക്യാപ്പ് ഫണ്ടിലാണ്, സ്മോൾ ക്യാപ്പ് സ്റ്റോക്സ് ആണ് പറയുന്നത്. അത്തരം കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളാണ് സ്മോൾ ക്യാപ്പ് ഫണ്ട്. ഹൈ റിസ്ക് ആണ്, കാരണം ഒന്നും കൂടി വോളറ്റൈലായിരിക്കും. കമ്പനികൾ തുടങ്ങി സക്സസ്ഫുള്ളായി വരുന്നുള്ളൂ. ചിലപ്പോൾ സെയിൽ കുറയാം, സെയിൽ കൂടാം, പ്രോഫിറ്റബിലിറ്റി കൂടാം, കുറയാം. ഇതൊക്കെ നമുക്ക് തുടക്കകാലങ്ങളിൽ സംഭവിക്കാവുന്ന എല്ലാ കമ്പനികളിലും സംഭവിക്കുന്ന തരത്തിലുള്ള എല്ലാ ചലഞ്ചസും ഇത്തരം കമ്പനികളിൽ ഉണ്ടാവുന്നത് കൊണ്ട് ഇതിൻ്റെ റിസ്ക് ഹൈ ആയിരിക്കും. ഒപ്പം റിട്ടേണും വെരി ഹൈ ആയിരിക്കും. മറ്റുള്ള അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴേക്കും റിട്ടേൺ, അത് മിഡ് ക്യാപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴും ഒന്നുകൂടിയും റിട്ടേൺ ഹൈ ആയിരിക്കും. കാരണം അവർ വളരുക എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള നല്ല രീതിയിലുള്ള വോളറ്റൈൽ ഉണ്ടാവാം, നല്ല രീതിയിലുള്ള ഹയർ ഉണ്ടാവാം, നല്ല രീതിയിലുള്ള ലോ ഉണ്ടാവാം. അതുപോലെ തന്നെ ഹൈ റിസ്ക്കും ഹൈ റിട്ടേൺ ആണെന്നാണ് പറയുന്നത്. ഇതിന് ഉദാഹരണം നിപ്പോൺസ് ഇന്ത്യ സ്മോൾ ക്യാപ്പ് ഫണ്ട്, ബന്ധൻ സ്മോൾ ക്യാപ്പ് ഫണ്ട്, ഇതൊക്കെ സ്മോൾ ക്യാപ്പ് ഫണ്ടിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇനി വരുന്നത് മൾട്ടി ക്യാപ്പ് ഫണ്ട് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോക്കസ് മിനിമം 25% ഇൻ ഈച്ച് ലാർജ് ക്യാപ്പ് ആൻഡ് മിഡ് ക്യാപ്പ് ആൻഡ് സ്മോൾ ക്യാപ്പ്. അതായത് നമ്മൾ മിഡ് ക്യാപ്പിലും ലാർജ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും നമ്മൾ 25% വെച്ച് ഓരോ ഫണ്ടിലും അലോക്കേറ്റ് ചെയ്യുന്ന രീതിയാണ് മിനിമം 25%, മാക്സിമം. അപ്പോൾ അതായത് ഒരു 100 രൂപ ഉണ്ടെങ്കിൽ അതിൽ 25 രൂപ സ്മോൾ ക്യാപ്പിലും 40 രൂപ, മിനിമം 25 രൂപയെങ്കിലും വേണം. 40 രൂപ ലാർജ് ക്യാപ്പിലും 35 രൂപ സ്മോൾ ക്യാപ്പിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു രീതി. എല്ലാത്തിനും ഒരു പെർസെൻറ്റേജ് വൈസ് മിനിമം 25% ഒരു സ്റ്റോക്കിൽ എന്തായാലും ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലാർജിലും മിഡിലും സ്മോളിലും മിക്സ് ചെയ്യുന്ന രീതിനെയാണ് മൾട്ടി ക്യാപ്പ് ഫണ്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ റിസ്ക് മോഡറേറ്റ് ടു ഹൈ ആണ്. ആയിരിക്കും. കാരണം മൂന്നിൻ്റെയും ഒരു ആവറേജ് റിസ്കിനെ കുറയ്ക്കുന്നതായതുകൊണ്ട് റിസ്ക് ഒന്നുകൂടിയും കുറയും. കാരണം ലാർജിലും മിഡിലും സ്മോളിലും വരുന്ന കാരണം റിസ്ക് ഒന്നുകൂടിയും കുറയും. മോഡറേറ്റ് ആയിരിക്കും. നമ്മൾ ഹൈ റിസ്കിൽ നിന്ന് മോഡറേറ്റ് ടു ഹൈ ആയിരിക്കും. അപ്പോൾ മൾട്ടി ക്യാപ്പ് ഫണ്ടിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഓക്കെ, അതിൻ്റെ പോലെ തന്നെ റിട്ടേണും ബാലൻസ്ഡ് ആയിരിക്കും, ഡൈവേഴ്സിഫൈഡ് ആയിരിക്കും. ഇതിന് മൂന്നിലും മിക്സ് ചെയ്തിട്ടുള്ള ചെയ്യുന്ന കാരണം റിട്ടേണും ബാലൻസ്ഡ് ആയിരിക്കും, ഡൈവേഴ്സിഫൈഡ് ആയിരിക്കും, ആവറേജ് റിട്ടേൺ ആയിരിക്കും വരിക. അപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങളാണ് മോട്ടിലാൽ ഓസോൾ മൾട്ടി ക്യാപ്പ് ഫണ്ട്, ക്വാണ്ട് ആക്റ്റീവ് ഫണ്ട് എന്ന് പറയുന്ന ഫണ്ടുകളൊക്കെ മൾട്ടി ക്യാപ്പ് ഫണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി വരുന്നത് ഫ്ലെക്സി ക്യാപ്പാണ്. അപ്പോൾ ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ലാർജ് ക്യാപ്പ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ലാർജ് ക്യാപ്പിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്, മിഡ് ക്യാപ്പ് ആണെങ്കിൽ മിഡ് ക്യാപ്പിലാണ് മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്തത്, സ്മോൾ ക്യാപ്പ് ആണെങ്കിൽ സ്മോൾ ക്യാപ്പ് സ്റ്റോക്സിൽ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്തത്, മൾട്ടി ക്യാപ്പ് ആണെങ്കിൽ ഇത് മൂന്നിൻ്റെയും മിക്സ്ഡാന്ന് പറഞ്ഞു. ഇനി ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറയുമ്പോൾ ഒരു തരത്തിലും ഒരു അലോക്കേഷനൊന്നുമില്ല, നോ ഫിക്സ്ഡ് അലോക്കേഷൻ. ഫണ്ട് മാനേജർ ക്യാൻ ഇൻവെസ്റ്റ് എനി മാർക്കറ്റ് ക്യാപ്പ്, ഏതിന് വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും. മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് അദ്ദേഹത്തിന് തോന്നുകയാണ് ലാർജ് ക്യാപ്പിലാണ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട റൈറ്റ് ടൈം എന്ന് തോന്നുകയാണെങ്കിൽ അതിലേക്ക് മാറ്റും. അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് തോന്നുകയാണെങ്കിൽ അതിലേക്ക് മാറ്റും. അങ്ങനെ മാർക്കറ്റ് മൂവ്മെൻറ്റിനനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് അലോക്കേഷൻസ് മാറ്റുന്നതിനെയാണ് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ റിസ്ക് താരതമ്യേന മോഡറേറ്റ് ആയിരിക്കും, ഒരു മീഡിയം റിസ്കിലായിരിക്കും. റിട്ടേൺ പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ്സ് ഓൺ മാനേജർ സ്കിൽ. നമുക്കറിയാലോ, ഇത് മാനേജറാണ് ഇതിൻ്റെ ഡിസിഷൻ എടുക്കുന്നത്. ഒരു കമ്പനീനേക്കാൾ ഉപരി ആ മാനേജറെ സ്കില്ലാണ് ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. റിട്ടേൺ പൊട്ടൻഷ്യൽ പറയുന്നത് അതാണ്. അപ്പോൾ ചില മാനേജേഴ്സ് എടുക്കുന്ന തീരുമാനങ്ങൾ, ഫണ്ട് മാനേജേഴ്സ് എടുക്കുന്ന തീരുമാനങ്ങൾ റോങ് ആണെങ്കിൽ റിട്ടേണും അതിനെ എഫക്റ്റ് ചെയ്യും. ശരിയാണെങ്കിൽ റിട്ടേൺ ഹൈ റിട്ടേൺ ആയിരിക്കും. അപ്പോൾ അതാണ് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുന്നത് പാരിക് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട്, HDFC ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട്. ഇതാണ് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടിനുള്ള ഉദാഹരണങ്ങൾ. ഇനി ആറാമത്തെ പോയിന്റ് പറയുന്നത് ഫോക്കസ്ഡ് ഇക്വിറ്റി ഫണ്ട്. ഫോക്കസ്ഡ് ഇക്വിറ്റി ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് സ്റ്റോക്സിൽ മാത്രം ഫോക്കസ് ചെയ്ത്. ഇപ്പോൾ ഒരു ഉദാഹരണം, ഇപ്പോൾ ഒരു 30 സ്റ്റോക്ക് മാർക്കറ്റ് ക്യാപ്സിൽ ഏകദേശം ഒരു 30 സ്റ്റോക്സ് മാത്രം ചൂസ് ചെയ്യണം അവർ. ചൂസ് ചെയ്തിട്ട് അതിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ മാത്രം
ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബജാജ്, റിലയൻസ്, അങ്ങനെ അങ്ങനെ തുടങ്ങി 30 സ്റ്റോക്സിനെ ആ ഫണ്ട് തിരഞ്ഞെടുക്കുന്നു. അതിൽ മാത്രമായിരിക്കും അവർ കണ്ടിന്യൂസ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. റിസ്ക് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും, വെരി ഹൈ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും കമ്പനിക്ക് വരുന്ന പ്രശ്നങ്ങൾ ഓട്ടോമാറ്റിക്കലി ഫണ്ടിനെയും ബാധിക്കും. അപ്പോൾ റിട്ടേൺ പൊട്ടൻഷ്യലും ഹൈ ആയിരിക്കും. ഇഫ് നല്ലൊരു സ്റ്റോക്കാണ് അവർ ചൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ 30 സ്റ്റോക്കുകളും കയറി പോവുകയാണെങ്കിൽ 100% ഈക്വലൻ ടു ഷെയർ മാർക്കറ്റ് പോലെ തന്നെ നമുക്ക് എത്രയും കയറുന്നു അത്രയും ഹൈ പൊട്ടൻഷ്യൽ റിട്ടേൺസ് വരാം. അപ്പോൾ ഇതിൻ്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ ഹെവി കോൺസെൻട്രേഷനാണ്. ഒരു 30 സ്റ്റോക്സ് മാത്രമേ അവർ ഫോക്കസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ആ പർട്ടിക്കുലർ 30 സ്റ്റോക്സ് മാത്രമാണ് നമുക്ക് റിട്ടേൺ സാധ്യതയുള്ളൂ എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു ഫോക്കസ് ഭയങ്കര കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ റിസ്ക്കും കൂടുതലായിരിക്കും, റിട്ടേൺ താരതമ്യേന കൂടുതലായിരിക്കും. ആക്സിസ് ഫോക്കസ്ഡ് ഫണ്ട്, SBI ഫോക്കസ്ഡ് ഫണ്ട് എന്ന് പറയുന്ന ഫണ്ടുകളെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. ഇനി ഈ പറയുന്ന കാറ്റഗറിയിൽ തന്നെ നമ്മൾ പറയുന്നു ഇക്വിറ്റി ഫണ്ടിലുള്ള ഒരു 7ാമത്തെ കാറ്റഗറിയാണ് ELSS അല്ലെങ്കിൽ ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ്സ് സ്കീം. ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ്സ് സ്കീം എന്ന് പറയുന്നത് ഒരു ഡൈവേഴ്സിഫൈഡ് ഇക്വിറ്റി വിത്ത് ടാക്സ് ബെനിഫിറ്റ് അണ്ടർ സെക്ഷൻ 80C. നേരത്തെ പറഞ്ഞതുപോലെ സെക്ഷൻ 80C എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട്. അത് 80C പ്രകാരം നമ്മൾ 1,50,000 രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് ടാക്സ് പേ ചെയ്യേണ്ടതില്ല. അപ്പോൾ ഇതൊരു ഡൈവേഴ്സിഫൈഡ് ഇക്വിറ്റി ഫണ്ടാണ്. ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ലൈക്ക് നമുക്ക് ഇക്വിറ്റി ഫണ്ട് പോലെ തന്നെ ലാർജ് ക്യാപ്പ് പോലെയോ അല്ലെങ്കിൽ തന്നെ മിഡ് ക്യാപ്പ് പോലെയുള്ള ഫണ്ട് തന്നെ, പക്ഷേ 3 വർഷം ലോക്കിംഗ് പീരീഡ് ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് അത് ബെസ്റ്റ് എന്ന് പറയുന്നത് ഗുഡ് ടാക്സ് സേവിങ് പർപ്പസ് ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമായ ഒരു ഫണ്ടാണ് ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീം. ഓക്കെ, ഇതിൻ്റെ റിസ്ക് മോഡറേറ്റ് ടു ഹൈ ആണ്. മോഡറേറ്റ് ടു ഹൈ ആയിരിക്കും റിസ്ക് വരിക. മിറേ അസറ്റ് ടാക്സ് സേവർ ഫണ്ട്, കാനറ റൊബേക്കോ, ALSS ഇതൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇതാണ് ഇക്വിറ്റി ഫണ്ടിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുന്നത്. ഇക്വിറ്റി ഫണ്ടിനെ തന്നെ 7ആയി തരം തിരിച്ച കാര്യങ്ങളാണ് പറയുന്നത്. ഇനി നമ്മൾ അസറ്റ് ക്ലാസ്സിൽ പറഞ്ഞ അടുത്തൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഡെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗവൺമെൻറ് ബോണ്ട്സ്, അതുപോലെ തന്നെ ഈ പറയുന്ന ഗവൺമെൻറ് ബോണ്ട്സ്, ഈ പറയുന്ന കോർപ്പറേറ്റ് ബോണ്ടുകൾ, ഇതൊക്കെ ഡെപ്റ്റാണ്. ഓക്കെ, ഇനി ഡെപ്റ്റ് എന്താണെന്നുള്ളത് കൂടുതൽ പറയാം. ഓക്കെ, ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ഇൻ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ്. ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. എന്താണ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ്? നമുക്കറിയാം, ഒരു നിശ്ചിത വരുമാനം എല്ലാ മാസം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന സംഭവം ആളുകൾ എവിടെ ചെയ്യും? നമ്മൾ സാധാരണ നമ്മൾ FD ഇടാറുണ്ട്, അതുപോലെ തന്നെ ഗവൺമെൻറ് ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ഒരു നിശ്ചിത ശതമാനം എന്ന് പറഞ്ഞാൽ 8% എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ വർഷവും കിട്ടുന്നു. 8%-നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള റിട്ടേൺ ആയിരിക്കും നമുക്ക് എല്ലാ മാസവും ബാങ്കിൽ വരുന്നത്. അപ്പോൾ ഇത്തരം ഇൻസ്ട്രുമെൻസുകളിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഗവൺമെൻറ് ബോണ്ട്സ്, കോർപ്പറേറ്റ് ബോണ്ട്സ്, അതുപോലെ തന്നെ ട്രഷറി ബില്ല്, കൊമേഴ്ഷ്യൽ പേപ്പർ, ഇതൊക്കെ ചെറിയ റിട്ടേൺസ് തരുന്ന ഇൻസ്ട്രുമെൻറ്റുകളാണ്, ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇതിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളെയാണ് ഡെപ്റ്റ് ഫണ്ട് എന്ന് പറയുന്നത്. അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ അല്ല, ക്യാപിറ്റൽ പ്രിസർവേഷനാണ്. എന്താണ് ഡിഫറൻസ് ക്യാപിറ്റൽ പ്രിസർവേഷനും ക്യാപിറ്റൽ അപ്രീസിയേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിൻ്റെ വർധനമാണ് ഉദ്ദേശിക്കുന്നത്. ക്യാപിറ്റൽ പ്രിസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ വർദ്ധിക്കില്ല, പക്ഷേ ക്യാപിറ്റൽ പോവില്ല. ഞാനൊന്നുകൂടി പറഞ്ഞുതരാം. നമ്മളൊരു ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു FD കൊണ്ടിടുമ്പോൾ നമുക്കൊരു 3% അല്ലെങ്കിൽ 5% റിട്ടേൺ തരുന്നു എന്ന് വിചാരിക്കുക. 5 ലക്ഷം രൂപ കൊണ്ടിട്ട് കഴിഞ്ഞാൽ 5 ലക്ഷം രൂപയ്ക്ക് ഒരു കേടുപാടും സംഭവിക്കില്ല, അതെന്തായാലും അവിടെ ഉണ്ടാവും. പക്ഷേ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 5% നമുക്ക് ചിലപ്പോൾ ഒരു 10 വർഷം കഴിയുമ്പോൾ ഈ 5% റിട്ടേൺ ആയി നിൽക്കുന്ന ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത ഫണ്ട് ചെറിയൊരു എമൗണ്ട് ആയിട്ടുണ്ടാവുള്ളൂ. അതേസമയം നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുകയാണെങ്കിൽ അതേ ബാങ്കിൻ്റെ തന്നെ, ഇപ്പോൾ SBIയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ബാങ്ക് FD ആയിട്ട് നമ്മൾ SBIയുടെ സ്റ്റോക്ക് വാങ്ങിച്ചു. 10 വർഷം കൊണ്ട് 500 രൂപ ഉണ്ടായിരുന്ന സ്റ്റോക്ക് ചിലപ്പോൾ 1500 രൂപയായിട്ടുണ്ടാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 500 രൂപയ്ക്ക് നമ്മളൊരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം 20 സ്റ്റോക്ക് ആൾ വാങ്ങിച്ചു. 20 സ്റ്റോക്ക് 500 10 വർഷം കഴിയുമ്പോൾ അതൊരു 10,000 രൂപയാവുകയാണെങ്കിൽ, സാധ്യതയല്ല ഞാൻ പറയുന്നത്, സാധ്യതയാണ്, അങ്ങനെ ആവുകയാണെങ്കിൽ അത് നേരെ ഓൾമോസ്റ്റ് 10 ഇരട്ടിയായി മാറി, 10 20 ഇരട്ടിയായിട്ട് മാറി. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ? 10,000 രൂപയാവുമ്പോൾ 20 സ്റ്റോക്ക് എന്നുള്ളത് 2 ലക്ഷം രൂപയായി മാറി. അപ്പോൾ ക്യാപിറ്റൽ അപ്രീഷിയേഷൻ ചെയ്തു ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഈ പറയുന്ന ഡെപ്റ്റ് ഫണ്ടുകളിലാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ നടക്കുന്നില്ല, പ്രിസർവേഷനാണ് നടക്കുന്നത്, ക്യാപിറ്റൽ പോവില്ല. അതേസമയം തിരിച്ചു സംഭവിക്കാം, ഈ മാർക്കറ്റ് ഇറങ്ങി കഴിയുമ്പോഴും ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്നുള്ളത് ക്യാപിറ്റൽ ഡിപ്രീസിയേഷനായിട്ട് മാറാം. അപ്പോൾ ഇത് രണ്ടും സംഭവിക്കാം. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ഈ പറയുന്ന ചില ആളുകളുടെ മൈൻഡ് സെറ്റ് അനുസരിച്ച് അവർ പ്രിസർവേഷനായിരിക്കും നോക്കുന്നുണ്ട്. അപ്രീസിയേഷനോ ഡിപ്രീസിയേഷനോ ഒന്നുമല്ല, പ്രിസർവേഷനായിരിക്കും, ക്യാപിറ്റലിനെ പ്രിസർവ് ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കും നോക്കുന്നത്. ഒരു സ്റ്റേബിൾ ഇൻകവും ആണ് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന ഫണ്ടുകളാണ് ഡെപ്റ്റ് ഫണ്ട്. അതിൽ വരുന്ന ആദ്യത്തെ ഫണ്ടാണ് ലിക്വിഡ് ഫണ്ട്. ലിക്വിഡ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പോലെ തന്നെ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, എപ്പോൾ വേണമെങ്കിൽ ക്യാഷ് ആക്കാൻ പറ്റുന്ന ഒരു ഫണ്ടുകളാണ് ലിക്വിഡ് ഫണ്ട്. ഇത് അപ് ടു 91 ഡേയ്സ് വരെ നമുക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, ട്രഷറി ബിൽസ്, കൊമേഴ്ഷ്യൽ പേപ്പർ അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സിലാണ് ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒരു ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് 2 ദിവസം കഴിഞ്ഞിട്ടൊരു ഫണ്ട് ഹോൾഡ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ട് മതി ആ ഫണ്ട്. ഓക്കെ, അങ്ങനെ തോന്നുകയാണെങ്കിൽ ഒരു 3 ദിവസത്തെ ഒരു 1 CR or 2 CR ഒരു എമൗണ്ട് ഉണ്ട്, പക്ഷെ ഇപ്പം ആവശ്യമില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് എനിക്ക് ആവശ്യമുള്ളതെന്നെങ്കിൽ അയാൾക്ക് പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ലിക്വിഡ് ഫണ്ട് എന്ന് പറയുന്നത്. അവിടെ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതിലൊരു 5 to 6% ഓഫ് റിട്ടേൺ ആവറേജ് കിട്ടാം. ഇപ്പോഴത്തെ റേറ്റ് ഓഫ് റിട്ടേണിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം, എന്നാലും 5 to 6% ആവറേജ് റിട്ടേണിൽ പെർ ഇയർ. ഓക്കെ, അപ്പോൾ അത് നമുക്കൊരു ദിവസമായിട്ട് ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന റിട്ടേണോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് വിഡ്രോ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഗ്യാരൻറ്റീഡ് ആയിരിക്കും. കൊമേഴ്ഷ്യൽ പേപ്പറിലും ട്രഷറി ബില്ലുകളിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പെട്ടെന്ന് നമുക്ക് താൽക്കാലികമായിട്ടുള്ളൊരു ഫണ്ട് മൂവ്മെൻറ്റ് ആവശ്യമുള്ള ആളുകൾക്ക് പറ്റുന്ന ഒരു ഫണ്ട്. ഇതിൻ്റെ റിസ്ക് തീരില്ല, വെരി ലോയാണ്. റിട്ടേൺസ് ബെറ്റർ ദാൻ സേവിങ് അക്കൗണ്ടിനേക്കാളും നമ്മൾ ബാങ്ക് അക്കൗണ്ടിനേക്കാളും ബെറ്റർ റിട്ടേൺ ആയിരിക്കും. സേവിങ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ 3% റിട്ടേൺ തരുന്നത്, നമുക്കിതൊരു 6% വരെ നമുക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് ഉദാഹരണം HDFCയുടെ തന്നെ ലിക്വിഡ് ഫണ്ട് ഉണ്ട്, ICICI Prudential ലിക്വിഡ് ഫണ്ട് ഉണ്ട്. അൾട്രാ ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫണ്ട് ഉണ്ട്. അൾട്രാ ഷോർട്ട് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 3 to 6 months ആണ് അതിൻ്റെ ടൈം ഫ്രെയിം പറയുന്നത്. റിസ്ക് ലോയാണ്, വളരെ ലോയാണ്. ഇത് ലിക്വിഡ് ഫണ്ടിനേക്കാൾ സ്ലൈറ്റ്ലി റിട്ടേൺ ഹയർ ആയിരിക്കും. 6% ആണെങ്കിൽ ഇവിടെ ഒരു 7-8% നമുക്ക് റിട്ടേൺ വരുന്ന ഒരു ഫണ്ടാണ് അൾട്രാ ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. ആദിത്യ ബിർളയുടെ സേവിങ് ഫണ്ട് ഇതിന് ഉദാഹരണമാണ്. ഓക്കെ, ഇനി ലോ ഡ്യൂറേഷൻ ഫണ്ട് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡ്യൂറേഷൻ അപ് ടു 6 to 12 months. ഇൻവെസ്റ്റ്മെൻറ്റ് ഡ്യൂറേഷൻ പറയുന്നത് ലോ ഡ്യൂറേഷൻ ഫണ്ട് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ റിസ്ക്കും ചെറുതാണ്, ലോ ടു മോഡറേറ്റ് ആണ്. ഷോർട്ട് ടേം ഗോൾസ് വിത്ത് ബെറ്റർ റിട്ടേൺ ദാൻ FD-നേക്കാൾ കുറച്ചും കൂടി നല്ല റിട്ടേൺ തരുന്നത്. ഇപ്പോൾ നമ്മൾ FDയിൽ ഇപ്പോൾ 7%ഒക്കെയാണ് പല ബാങ്കുകളും കൊടുക്കുന്നത്. ഇപ്പോൾ അത് 6.6 പല ബാങ്കുകൾ 6.6 മുതൽ 7% വരെയുള്ള റേറ്റാണ് FDയിൽ കൊടുക്കുന്നത്. ഒരു 8-9% നമുക്ക് ലോ ഡ്യൂറേഷൻ ഫണ്ടിൽ കിട്ടും. ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ട്, ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡ്യൂറേഷൻ പറയുന്നത് 1 to 3 years ആണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കോർപ്പറേറ്റ് ബോണ്ടുകളിൽ, ഗവൺമെൻറ് സെക്യൂരിറ്റീസിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. റിസ്ക് എന്ന് പറയുന്നത് മോഡറേറ്റ് ആണ്. 6% to 8% അപ്രോക്സിമേറ്റ്ലി റിട്ടേൺ പറയുന്നത്. ആക്സിസ് ഷോർട്ട് ടേം ഫണ്ട് എന്ന് പറയുന്നതിന് ഉദാഹരണമാണ് ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. മീഡിയം ഡ്യൂറേഷൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ 3 മുതൽ 4 വർഷം വരെയാണ് അതിൻ്റെ ഡ്യൂറേഷൻ പീരീഡ്. മോഡറേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് സെൻസിറ്റീവ്, 4 വർഷത്തേക്ക് ആയതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് സെൻസിറ്റീവ് ആയിരിക്കും. എന്തുകൊണ്ട് സെൻസിറ്റീവ് ആവുന്നത്? 3 വർഷം 4 വർഷത്തിൻ്റെ ഇടയിൽ ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന വേരിയേഷൻസ്. ഒരു വർഷം കഴിയുമ്പോഴേക്കും ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും കുറയും, ഈ ഫണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും കുറയും. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ വേരിയൻസ് ഇതിനെ ബാധിക്കുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അത് മാർക്കറ്റ് ലിങ്ക്ഡ് ആണ് റിട്ടേൺസ്. ഓക്കെ, മാർക്കറ്റ് ലിങ്ക്ഡ് എന്ന് പറയുന്നത്, മാർക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻട്രസ്റ്റ് മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് വരുന്ന വ്യത്യാസങ്ങൾ ഇതിനെ എഫക്റ്റ് ചെയ്യുന്നു. ലോങ് ഡ്യൂറേഷൻ ഫണ്ട് എന്ന് പറയുന്നത് 6ാമത്തെ ക്ലാസിഫിക്കേഷൻ. മോർ ദാൻ 7 years ആണ് അതിൻ്റെ പീരീഡ് പറയുന്നത്. ലോങ് ടേം ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഓക്കെ, ഇത് ഈ പറയുന്ന ഡെപ്റ്റ് ഫണ്ടുകളുടെ ഇയർ കൂടുന്തോറും അതിൻ്റെ വരുന്ന റിട്ടേൺസിൽ വരുന്ന റിസ്ക് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ്, ഇൻട്രസ്റ്റ് റേറ്റ് കുറയാം കൂടാം എന്ന് വരുന്ന ഫ്ലക്ച്വേഷൻസ് ആണ് ഇത്തരം ബോണ്ടുകളെയും ബാധിക്കുന്നത്, ഇത്തരം ഫണ്ടുകളെയും ബാധിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് ലോങ് ടേം ഗവൺമെൻറ് സെക്യൂരിറ്റീസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ റിസ്ക് താരതമ്യേന ഹൈ ആണ്, കാരണം ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലക്ച്വേഷൻസ്. ഇത് റിട്ടേൺ ക്യാൻ ബി ഹൈ ഇഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഫോൾസ്. ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി, അല്ലെങ്കിൽ ഇത് ഈ ബോണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ബെനിഫിറ്റ്സ് കൂടും, ഇതിൻ്റെ ഡിവിഡൻറ്റും ഇതിൻ്റെ മാർക്കറ്റ് സാധ്യതകളും കൂടും.
അതായത് ഇത് വാങ്ങാൻ വരുന്ന ആൾക്കാരാണ് ഇതിൻ്റെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്നുള്ള രീതിയിൽ എടുക്കുന്നത്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയും തോറും ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ കോസ്റ്റ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വാങ്ങാനുള്ള ആൾക്കാർ കൂടുമ്പോൾ ഇത് കുറച്ചും കൂടിയും എന്തായിരിക്കും, ബെനിഫിഷ്യലായിരിക്കും. കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ട് മിനിമം 80% ഹൈ റേറ്റഡ് കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന, അതായത് 80%ഉം ഹൈ റേറ്റഡ് ആയിട്ടുള്ള കോർപ്പറേറ്റ് ബോണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളെയാണ് കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ട് എന്ന് പറയുന്നത്. റിസ്ക് മോഡറേറ്റ് ആണ്, ഹയർ ദാൻ റിട്ടേൺ ഹയർ ദാൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ലോവർ ദാൻ ഇക്വിറ്റിനേക്കാൾ കുറവായിരിക്കും. ഇക്വിറ്റിനേക്കാൾ കുറവായെന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് കമ്പനികളായാലും ഒരു നിശ്ചിത ശതമാനത്തിനായിരിക്കും ആ ബോണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ ഒരു 10 ആവാം, 12 ആവാം, ചിലത് 15 ആവാം, ഡിപ്പെൻസ്, ഒന്നും പറയാൻ പറ്റില്ല, ഡിപ്പെൻസ് അപ്പോൺ ദ കമ്പനീസ്. അപ്പോൾ അത്തരം ബോണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ട് എന്ന് പറയുന്നത്. HDFC കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ട് അതിനൊരു ഉദാഹരണമാണ്. PSU ആൻഡ് ബാങ്കിങ് ഡെപ്റ്റ് ഫണ്ട്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ 80% അലോക്കേഷൻ ഇൻ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ബാങ്ക്സ് ആൻഡ് PSUs. പബ്ലിക് സെക്ടർ ഗവൺമെൻറ് ബാങ്ക്സുകളിലും പ്രൈവറ്റ് ബാങ്കുകളിലുമാണ് ഇതിൻ്റെ 80% ഫണ്ട് പോകുന്നത്. ഇതിൻ്റെ റിസ്ക് ലോ ടു മോഡറേറ്റ് ആണ്, സ്റ്റേബിൾ ആൻഡ് സേഫ് ആണ് റിട്ടേൺ, സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും റിട്ടേൺ എന്ന് പറയുന്നതിന്. അപ്പോൾ അതാണ് ബാങ്കിങ് ആൻഡ് PSU ഡെപ്റ്റ് ഫണ്ട്സ്. ഗിൽറ്റ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ 100% ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ഒരെണ്ണം പോലും ഇനി പ്രൈവറ്റിലേക്ക് പോവില്ല, 100% ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളെയാണ് ഗിൽറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. റിസ്ക് എന്താണ്? നോ ക്രെഡിറ്റ് റിസ്ക് ബട്ട് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ഈസ് ഹൈ. ക്രെഡിബിലിറ്റീനെ ബാധിക്കുന്ന പ്രശ്നങ്ങളില്ല, ഇത് പൊളിയോ അങ്ങനെയൊന്നും റിസ്ക് ഇല്ല. പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലക്ച്വേഷൻസ് ഒരുപാട് വരാൻ സാധ്യതയുള്ള ഒരു ഫണ്ടാണത്. ഓക്കെ, വോളറ്റൈൽ വെൻ ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ചസ്, റിട്ടേൺസ് ആയാലും തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് മാറുമ്പോൾ അത് മാറും, അത്ര വ്യത്യാസമാണ് വരുന്നത്. പക്ഷേ ക്യാപിറ്റൽ പ്രിസർവേഷൻ നടക്കുന്നുണ്ട് എന്നർത്ഥം. ക്രെഡിറ്റ് റിസ്ക് ഫണ്ട് മിനിമം 65% ഹൈ റേറ്റഡ് ഡെപ്റ്റ് ഫണ്ട്, ട്രിപ്പിൾ അല്ലെങ്കിൽ AA റേറ്റഡ് ആയിട്ടുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഹൈ റേറ്റഡ് ആയിട്ടുള്ള ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. 65%. ഇത് റിസ്ക് ഹൈ ആണ് ഡ്യൂ ടു ക്രെഡിറ്റ് ഡിഫോൾട്ട് പോസിബിലിറ്റി. ഇത് എപ്പോൾ വേണമെങ്കിലും ഡിഫോൾട്ട് ആവാൻ സാധ്യതയുള്ള ക്രെഡിറ്റിലായതുകൊണ്ട് അതിന് റിസ്ക് ഹൈ ആയിരിക്കും. പൊട്ടൻഷ്യലി ഹയർ റിട്ടേൺസ് ദാൻ വിത്ത് ഹയർ റിസ്ക്. ഹയർ റിസ്ക് എന്ന് ഉള്ളത് കൊണ്ട് തന്നെ ഹൈ റിട്ടേൺ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ ക്രെഡിറ്റ് റിസ്ക് ഫണ്ടിൻ്റെ പ്രത്യേകത. ഡൈനാമിക് ബോണ്ട് ഫണ്ട് എന്ന് പറയുന്നത് നോ ഫിക്സഡ് ഡ്യൂറേഷൻ, ഫണ്ട് മാനേജർ ചേഞ്ചസ് ബേസ്ഡ് ഓൺ ഇൻട്രസ്റ്റ് റേറ്റ് സൈക്കിൾ. ഒരു പ്രത്യേക ഡ്യൂറേഷനൊന്നുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ 1 മാസം മുതൽ 1 വർഷം മുതൽ 3 വർഷം വരെയെന്നോ അല്ലെങ്കിൽ 2 വർഷം മുതൽ 5 വർഷം വരെ, അങ്ങനെ ഒരു ഡ്യൂറേഷനൊന്നുമില്ല. ഫണ്ട് മാനേജർ ഡിസൈഡ് ചെയ്യാണ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വേറെ ഷിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ച് ഷിഫ്റ്റ് ചെയ്ത് പോകുന്ന ഫണ്ടാണ് ഡൈനാമിക് ബോണ്ട് ഫണ്ട്. ഇതിൻ്റെ റിസ്ക് വേരീസ് വിത്ത് മാർക്കറ്റിലുള്ള ചേഞ്ചസിനനുസരിച്ച് അതിൻ്റെ റിസ്ക്കും മാറിക്കൊണ്ടിരിക്കുന്നു. റിട്ടേൺ എന്ന് പറയുന്നത് മാനേജേഴ്സിൻ്റെ എബിലിറ്റി പോലെ ഇരിക്കും. ഓക്കെ, മാനേജർ എത്രത്തോളം സ്ട്രോങ് ക്വാളിഫൈഡ് ആണ്, കാപ്പബിൾ ആണ്, അതിനനുസരിച്ച് ഇതിൻ്റെ റിട്ടേണും മാറും. ഓക്കെ, ഇതാണ് നമ്മൾ പറയുന്ന ഡെപ്റ്റ് ഫണ്ട്. അസറ്റ് ക്ലാസ്സിലെ രണ്ടാമത്തെ ഐറ്റമായ ഡെപ്റ്റ് ഫണ്ട് നമ്മൾ പറഞ്ഞു. ലിക്വിഡ് ഫണ്ട് ഉണ്ട്, അൾട്രാ ഷോർട്ട് ടേം ഡ്യൂറേഷൻ ഫണ്ട് ഉണ്ട്, ലോ ഡ്യൂറേഷൻ ഫണ്ട് ഉണ്ട്, ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ട്, മീഡിയം ഡ്യൂറേഷൻ ഫണ്ട്സ്, ലോങ് ഡ്യൂറേഷൻ ഫണ്ട്സ്, കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ട്സ്, ബാങ്കിങ് ആൻഡ് PSU ഡെപ്റ്റ് ഫണ്ട്സ്, ഗിൽറ്റ് ഫണ്ട്സ്, ക്രെഡിറ്റ് റിസ്ക് ഫണ്ട്സ്, ഡൈനാമിക് ബോണ്ട് ഫണ്ട്സ്. അങ്ങനെ 11 ടൈപ്പ് ഓഫ് ഫണ്ടുകളാണ് ഡെപ്റ്റ് ഫണ്ടിൽ വരുന്നത്. ഇനി ഹൈബ്രിഡ് ഫണ്ട് എന്ന് പറയുന്നത് രണ്ടിൻ്റെയും മിക്സ്ചറാണ്, ഇക്വിറ്റിയുടെയും ഡെപ്റ്റിൻ്റെയും മിക്സ്ചറാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഹിയർ ഈസ് എ ക്ലിയർ ആൻഡ് സ്ട്രക്ചർഡ് ഓവർവ്യൂ ഓഫ് ഹൈബ്രിഡ് ബേസ്ഡ് ഓൺ അസറ്റ് ക്ലാസ്. ഓക്കെ, ആദ്യം പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മിക്സ് ഓഫ് ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് ആണ് ഹൈബ്രിഡ് ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, എന്തിനാണ് ഈ രണ്ടും കൂടി മിക്സ് ചെയ്ത് ചെയ്യുന്നത്? അതിൻ്റെ മെയിൻ ഉദ്ദേശത്തിലുള്ളൂ റിസ്കിനെ ബാലൻസ് ചെയ്യുക, റിട്ടേണിനെ ബാലൻസ് ചെയ്യാനല്ല, മെയിനായിട്ട് റിസ്കിനെ ബാലൻസ് ചെയ്യുക. ഓഫ് കോഴ്സ് റിട്ടേണും ഓട്ടോമാറ്റിക്കലി ബാലൻസ്ഡ് ആയി മാറും. അപ്പോൾ ഒരു ഏജിനനുസരിച്ചാണ് ഇത് നമ്മൾ ഓരോരുത്തരും ചൂസ് ചെയ്യുന്നത്. നമ്മുടെ ഒരു ഏജ് കാറ്റഗറി മാറുമ്പോൾ റിസ്ക് എടുക്കണ്ട എന്ന് വിചാരിക്കുമ്പോൾ ഇത്തരം ഫണ്ടുകളിലേക്ക് ആളുകൾ ചൂസ് ചെയ്യും. അപ്പോൾ റിസ്ക് കുറയ്ക്കാം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഫണ്ട് ചൂസ് ചെയ്യാം, റിട്ടേണും അതിനനുസരിച്ച് കുറയുന്നതായിരിക്കും. സം ഫണ്ട് ആൾസോ ഇൻക്ലൂഡ് ഗോൾഡ് ആൻഡ് ഇൻ്റർനാഷണൽ അസറ്റ്സ്. ഓക്കെ, കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ.
ഇക്വിറ്റി അലോക്കേഷൻ വരുന്നത് 10% മുതൽ 25% വരെയാണ്. മിനിമം 10% ഉണ്ടായിരിക്കും അതിൽ കൺസർവേറ്റീവിൽ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, മാക്സിമം 25% പാടുള്ളൂ. ഓക്കെ. ഇതേപോലെ തന്നെ ഡെപ്റ്റ് അലോക്കേഷൻ പറയുന്നത് 75 മുതൽ 90% വരെയാണ്. മിനിമം 75% എന്തിലുണ്ടായിരിക്കണം, ഡെപ്റ്റിലുണ്ടായിരിക്കണം. അത് മാക്സിമം 90% പാടുള്ളൂ ഡെപ്റ്റിൽ, ബാക്കി 10% ഇക്വിറ്റിയിലായിരിക്കണം. അപ്പോൾ ഇത് രണ്ടിൻ്റെയും മിക്സറാണെന്ന് പറഞ്ഞു. ഇക്വിറ്റി ആയിരിക്കും ഇതിൽ കുറവ്, ഡെപ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ റിസ്ക് ലോ ആണ്, ലോ ടു മോഡറേറ്റ് ആണ്. കാരണം എന്താ, കൂടുതലും അലോക്കേഷൻ വരുന്നത് ഡെപ്റ്റിലായതുകൊണ്ട്. പിന്നെ ഐഡിയൽ ഫോർ കൺസർവേറ്റീവ് ഇൻവെസ്റ്റേഴ്സ് സീക്കിംഗ് സ്റ്റഡി ഇൻകം വിത്ത് സം ഗ്രോത്ത്. ഒരു സ്റ്റഡി ഇൻകവും സം ഗ്രോത്തും പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്ക്, ഇപ്പോൾ ഉദാഹരണം ബാങ്കിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ബാങ്കിൽ നിന്ന് കിട്ടുന്ന ക്യാപിറ്റൽ അപ്രീസിയേഷൻ നടക്കുന്നില്ല, ജസ്റ്റ് ഒരു ഇൻകം മാത്രം കിട്ടുന്നു. ചില ആളുകൾ ചിന്തിക്കുന്നു എനിക്ക് ഇൻകം വേണം, ഒപ്പം ചെറിയൊരു ഗ്രോത്തും വേണം എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ട് ഓപ്റ്റ് ചെയ്യാം. കാരണം ഇൻകം വരുന്നുണ്ട്, ഒരു നല്ലൊരു ശതമാനം ഇൻകം വരും. ഓഫ് കോഴ്സ് അതിൽ ചെറിയൊരു രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫണ്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. ഒരു 10 to 25% ഇക്വിറ്റിയിൽ അലോക്കേഷൻ ഉള്ളതുകൊണ്ട്. ഓക്കെ. ICICI പ്രൊഡൻഷ്യലിൻ്റെ റെഗുലർ സേവിങ് ഫണ്ട് ഇതിന് ഒരു എക്സാമ്പിളാണ്. അതാണ് ആദ്യത്തെ പോയിന്റ്, കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ട്. പേര് സൂചിപ്പിക്കുന്ന പോലെ കൺസർവേഷൻ, നമ്മൾ കുറച്ചും കൂടിയും ഇതായി നോക്കുകയാണെങ്കിൽ ഇക്വിറ്റിയിലാണ് കുറച്ചും കൂടിയും അലോക്കേഷൻ കുറവ്, ഡെപ്റ്റിൽ അലോക്കേഷൻ കൂടുതലായിട്ടുള്ളത്. പിന്നെ ബാലൻസ്ഡ് ഹൈബ്രിഡ് ഫണ്ട് എന്ന് പറയും. ബാലൻസ്ഡ് ഹൈബ്രിഡ് ഫണ്ട് എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ രണ്ടിലും ഈക്വലൻ്റ് രീതിയിൽ നിൽക്കുന്ന ഒരു സെറ്റപ്പ്. ഓക്കെ. ഈക്വലൻ്റ് ഓർ ബിലോ, ചെറിയ ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. ഇക്വിറ്റി അലോക്കേഷൻ പറയുന്നത് 40% മുതൽ 60% വരെയാണ് ഇക്വിറ്റി അലോക്കേഷൻ പറയുന്നതെങ്കിൽ ഡെപ്റ്റ് അലോക്കേഷനും അത് തന്നെയായിരിക്കും, 40 മുതൽ 60 വരെ. അപ്പോൾ ഒരു 60% ഇക്വിറ്റി വരികയാണെങ്കിൽ 40% ഡെപ്റ്റും, 40% ഇക്വിറ്റി വരികയാണെങ്കിൽ 40% 60% ഡെപ്റ്റും, അല്ലെങ്കിൽ 50-50 വെച്ചിട്ട് ഇങ്ങനെ ഈക്വലൻ്റ് പൊസിഷനിൽ എടുക്കാം. ഇതിൻ്റെ റിസ്ക് മോഡറേറ്റ് ആയിരിക്കും. സെബി അലൗസ് ഓൺലി വൺ ബാലൻസ്ഡ് ഹൈബ്രിഡ് ഫണ്ട് ഫോർ AMC. ഒരു AMCക്ക് ഒരു ബാലൻസ്ഡ് ഹൈബ്രിഡ് ഫണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. ഇതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് ബാലൻസ്ഡ് ഗ്രോത്ത് ആൻഡ് ഇൻകം, കുറച്ച് മിനിമം ബാലൻസ് ഗ്രോത്തും മിനിമം ഒരു ഇൻകം ഉണ്ടാവുള്ളൂ. ഓക്കെ. നേരത്തെ കൺസർവേറ്റീവ് പറയുന്ന പോലെ റെഗുലർ ഇൻകം, നല്ലൊരു രീതിയിലുള്ള ഇൻകം വരില്ല, അതിൽ സ്ലോ ഗ്രോത്ത് ആയിരിക്കും. ഇവിടെ സംഭവിക്കുന്നത് ഒരു മീഡിയം റേഞ്ചിലുള്ള ഗ്രോത്തും മീഡിയം റേഞ്ചിലുള്ള ഒരു ഇൻകം വരുന്നുണ്ടെന്നർത്ഥം. HDFC ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട് ഇതിന് ഒരു ഉദാഹരണമാണ്. അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട്, എക്വിറ്റി അലോക്കേഷൻ 65 മുതൽ 80% വരെയാണ്. ഡെപ്റ്റ് അലോക്കേഷൻ പറയുന്നത് 20 മുതൽ 35% വരെയാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ പറയുന്ന അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട് എന്ന് പറയുന്നത്. കാരണം ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് കൂടുതൽ ഇക്വിറ്റിക്കാണ്. ഇക്വിറ്റിയിൽ 80%, മാക്സിമം 80% വരെയെങ്കിലും ഇക്വിറ്റിയിൽ അലോക്കേഷൻ പറയുന്നുണ്ട്. ഡെപ്റ്റിൽ 20 മുതൽ 35% വരെയാണ് പറയുന്നത്. റിസ്ക് എന്ന് പറയുന്നത് മോഡറേറ്റ് ടു ഹൈ ആണ്. എന്തുകൊണ്ട് മോഡറേറ്റ് ടു ഹൈ വന്നു? ബിക്കോസ് ഇക്വിറ്റി അലോക്കേഷൻ കൂടുതലായതുകൊണ്ട് ഇതിന് മോഡറേറ്റ് ഹൈ ആണ് വരുന്നത്. ഇൻവെസ്റ്റേഴ്സ് വിത്ത് മോഡറേറ്റ് റിസ്ക് അപ്പിറ്റൈറ്റ് ആൻഡ് ലോങ് ടേം ഗോൾസ്. ലോങ് ടേം ഗോൾസ് ഉള്ള ആളുകൾക്ക് പറ്റുന്ന ഒരു ഫണ്ടാണിത്. താരതമ്യേന റിട്ടേണും കുറച്ചുകൂടി കൂടുതലായിരിക്കും, അഗ്രസീവ് ആയിരിക്കും. കൺസർവേറ്റീവിനേക്കാളും ബാലൻസ്ഡിനേക്കാളും നല്ലൊരു റിട്ടേൺ ആയിരിക്കും അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ടിൽ വരുന്നത്. SBI ഇക്വിറ്റി ഹൈബ്രിഡ് ഫണ്ട് ഇതിന് ഒരു ഉദാഹരണമാണ്. ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ ഫണ്ട് ഓർ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട്. ഓക്കെ. ഇതിൽ വരുന്ന ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത് ചേഞ്ചസ് ഡൈനാമിക്കലി ബേസ്ഡ് ഓൺ മാർക്കറ്റ് കണ്ടീഷൻ. മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ഈ അലോക്കേഷനിൽ വ്യത്യാസം വരുത്തുന്നു. അത് ആരാണ് ചെയ്യുന്നത്? ഫണ്ട് മാനേജർ ഡിസൈഡ് ചെയ്യുന്നു. മാർക്കറ്റ് കയറുകയാണെങ്കിൽ ഈ പറയുന്ന അലോക്കേഷൻ മാറ്റും, മാർക്കറ്റ് കൂടുകയാണെങ്കിൽ അല്ലെങ്കിൽ മാർക്കറ്റ് കുറയുകയാണെങ്കിൽ അത് അലൊക്കേഷനിലുള്ള ചെറിയ വ്യത്യാസം. മാർക്കറ്റിൻ്റെ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ഇതിൻ്റെ അലൊക്കേഷനിൽ മാറ്റം വരുത്തുന്നതിനെയാണ് ഈ പറയുന്ന ഡൈനാമിക് അസറ്റ് അലൊക്കേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. റിസ്ക് വാരീസ് മാനേജ്ഡ് ആക്റ്റീവ്ലി. റിസ്ക് മാറിക്കൊണ്ടിരിക്കും, കൂടാം കുറയാം എങ്ങനെ. ഐഡിയൽ ഫോർ ഇൻവെസ്റ്റേഴ്സ് ഹു വാണ്ട് അസറ്റ് റീബാലൻസിങ് വിത്തൗട്ട് മാനുവൽ എഫേർട്ട്. അസറ്റ് റീബാലൻസിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറ്റുന്ന ഒരു ഫണ്ടാണ് ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ ഫണ്ട്. ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ ഫണ്ടിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നത് ICICI പ്രുഡൻഷ്യൽ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട് എന്ന് പറയുന്ന ഫണ്ടാണ് ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ്റെ ഒരു ഉദാഹരണം.
അടുത്ത ഫണ്ട് പറയുന്നത് മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടാണ്. മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട് പേര് സൂചിപ്പിക്കുന്നത് പോലെ പലതരം അസറ്റുകളിലും, അതായത് ഇപ്പോൾ ഇക്വിറ്റി മാത്രമല്ല, ഡെപ്റ്റ് മാത്രമല്ല, ഗോൾഡ് ഉണ്ടാവാം, സിൽവർ ഉണ്ടാവാം, അങ്ങനെ മൾട്ടിപ്പിൾ അസറ്റുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന, അസറ്റിൽ അലോക്കേറ്റ് ചെയ്യുന്ന ഫണ്ടിനെയാണ് മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് 3 അസറ്റ് ക്ലാസ്സെങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ, ഒന്നതിൽ പറയുന്ന ഇക്വിറ്റി, ഡെപ്റ്റ്, ഗോൾഡ്, അതർ കമ്മോഡിറ്റീസ്. ഓക്കെ, എന്താണ് റിസ്ക്? ഡൈവേഴ്സിഫൈഡ് ആണ്, ഡിപ്പെൻഡ്സ് ഓൺ അലോക്കേഷൻ. റിസ്ക് ഡൈവേഴ്സിഫൈഡ് ആകുമ്പോൾ അത് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ല. കാരണം എപ്പോഴാണ് ഡൈവേഴ്സിഫൈഡ് ആണ്, എല്ലാത്തിലേക്കും മാറും. ഗോൾഡിൻ്റെ പ്രൈസ് കയറുകയാണെങ്കിൽ, സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഗോൾഡ് പ്രൈസ് കയറുകയാണെങ്കിലും ആ റിസ്ക് അഡ്ജസ്റ്റഡ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട് ഒരു ഐറ്റം കുറയുമ്പോൾ അതിനനുസരിച്ച് മറ്റേത് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസ്ക് അഡ്ജസ്റ്റഡ് ആയി മാറും. അപ്പോൾ ഫോർ ഇൻവെസ്റ്റേഴ്സ് സീക്കിംഗ് ഡൈവേഴ്സിഫിക്കേഷൻ ബിയോണ്ട് ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ്, അങ്ങനെ ആഗ്രഹിക്കുന്നത്, അതായത് ഇക്വിറ്റിയേക്കാളും ഡെപ്റ്റിനേക്കാളും ബിയോണ്ട് ആയിട്ട് നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ഗ്രോത്ത് കിട്ടുന്ന എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നെങ്കിൽ അത്തരക്കാർക്ക് പറ്റുന്ന ഫണ്ടാണ് മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട്. ഇതിന് ഉദാഹരണം ICICI Prudential മൾട്ടി അസറ്റ് ഫണ്ട് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഒരു ഉദാഹരണം. ഇക്വിറ്റി സേവിങ്സ് ഫണ്ട്. ഇക്വിറ്റി സേവിങ്സ് ഫണ്ട് എന്ന് പറയുന്നത് 65% ഓർ മോർ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഡെപ്റ്റ് ആൻഡ് ആർബിട്രേജ് ബാലൻസ് പോർഷൻ ഡെപ്റ്റിലോ ആർബിട്രേജിലും ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതിൻ്റെ റിസ്ക് എന്ന് പറയുന്നത് ലോ ടു മോഡറേറ്റ് ആണ്. ഓക്കെ, ഹെഡ്ജിങ് റെഡ്യൂസസ് ഇക്വിറ്റി റിസ്ക്. ഹെഡ്ജിങ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഇക്വിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടൊരു ഹെഡ്ജിങ് നമ്മൾ ചെയ്യും. ആ ഹെഡ്ജിങ്, അതായത് അതിൻ്റേതായ ഓപ്ഷൻസ് ട്രേഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഹെഡ്ജിങ് ചെയ്യുന്ന മെത്തേഡാണ് ഈ പറയുന്ന ഇക്വിറ്റി സേവിങ്സ് ഫണ്ട്. ടാക്സ് എഫിഷ്യൻറ്റ് ആൾട്ടർനേറ്റീവ് ടു ഡെപ്റ്റ് ഫണ്ട്സ് വിത്ത് ലോ വോളറ്റാലിറ്റി. ഇത് ടാക്സ് എഫിഷ്യൻറ്റ് ആൾട്ടർനേറ്റീവ് ആണ് അത് ശരിക്കും പറയുകയാണെങ്കിൽ ടു ഡെപ്റ്റ് ഫണ്ടിന് വിത്ത് ലോ വോളറ്റാലിറ്റി. വോളറ്റൈലാലിറ്റി കുറവായിരിക്കും, വോളറ്റാലിറ്റി ഉണ്ടാവില്ല, വോളറ്റൈൽ ആയിരിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ആർബിട്രേജ് ഫണ്ട് പറയുന്നത് ബൈ സ്റ്റോക്സ് ഇൻ ക്യാഷ് മാർക്കറ്റ് ആൻഡ് സെല്ലിംഗ് ഫ്യൂച്ചേഴ്സ്. ക്യാഷ് മാർക്കറ്റിൽ വാങ്ങുകയും ഫ്യൂച്ചേഴ്സിൽ സെല്ല് ചെയ്യുകയും ചെയ്യുന്ന മെത്തേഡാണ് ആർബിട്രേജ് ഫണ്ട് ചെയ്യുന്നത്. റിസ്ക് വളരെ ലോ ആണ്. റിട്ടേൺ എന്ന് പറയുന്നത് സിമിലർ ടു ലിക്വിഡ് ആൻഡ് ഷോർട്ട് ടേം ഫണ്ട്സ്. റിട്ടേണും വളരെ ലോ ആണ്. ട്രീറ്റഡ് ലൈക്ക് ഇക്വിറ്റി ഫോർ ടാക്സേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ സാധാരണ ഇത് ചെയ്യുന്നത്. നിപ്പോൺ ഇന്ത്യ ആർബിട്രേജ് ഫണ്ട് എന്ന് പറയുന്നത് ഒരു ഉദാഹരണമാണ്. ഓക്കെ, ഇതാണ് ഹൈബ്രിഡ് ഫണ്ടുകളുടെ പറഞ്ഞത്. ഹൈബ്രിഡ് ഫണ്ടുകൾ നമ്മൾ ഏകദേശം കൺസർവേറ്റീവ് ഫണ്ട് പറഞ്ഞു, ബാലൻസ്ഡ് ഹൈബ്രിഡ് ഫണ്ട് പറഞ്ഞു, അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട് പറഞ്ഞു, ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ ഫണ്ട് പറഞ്ഞു, മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട് പറഞ്ഞു, ഇക്വിറ്റി സേവിങ്സ് ഫണ്ടിനെ കുറിച്ച് പറഞ്ഞു, ആർബിട്രേജ് ഫണ്ടിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ 7 ടൈപ്പ് ഹൈബ്രിഡ് ഫണ്ടുകളുണ്ട്. ഓക്കെ, അടുത്തത് പറയാൻ പോകുന്നത് കമ്മോഡിറ്റി ഫണ്ടാണ്. 3ാമത്തെ അസറ്റ് ക്ലാസ് എന്ന് പറയുന്നത് കമ്മോഡിറ്റി ഫണ്ടാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞത് ആദ്യം ഇക്വിറ്റി ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു, ഡെപ്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇപ്പോൾ കമ്മോഡിറ്റിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഡെപ്റ്റ് കഴിഞ്ഞപ്പോൾ ഹൈബ്രിഡ് പറഞ്ഞിരുന്നു, ഹൈബ്രിഡ് കഴിഞ്ഞപ്പോൾ കമ്മോഡിറ്റി വരുന്നു. കമ്മോഡിറ്റി ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കമ്മോഡിറ്റികൾ ഗോൾഡ് ഉണ്ട്, സിൽവർ, ഇതൊക്കെ കമ്മോഡിറ്റി ആണെന്ന് പറഞ്ഞു. ഓക്കെ, എന്താണ് കമ്മോഡിറ്റി ഫണ്ട്? ഇൻവെസ്റ്റ് ഫിസിക്കൽ കമ്മോഡിറ്റീസ് ഓർ കമ്മോഡിറ്റി ലിങ്ക്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഓക്കെ, ഇൻ ഇന്ത്യ ഗോൾഡ് ബേസ്ഡ് ഫണ്ട്സ് ആർ മോസ്റ്റ് കോമൺ ടൈപ്പ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വരുന്ന കമ്മോഡിറ്റി ഫണ്ട് എന്ന് പറയുന്നത് ഗോൾഡ് ബേസ് ചെയ്തുള്ള ഫണ്ടുകളായിരിക്കും. നമ്മളൊരു ഫിസിക്കൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിക്ക് പകരം നമുക്ക് പേപ്പർ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ അങ്ങനെയുള്ള ഫണ്ടുകളെയാണ് നമ്മൾ പറയുന്നത് കമ്മോഡിറ്റി ഫണ്ടുകൾ എന്ന് പറയുന്നത്. ആദ്യത്തെ ഫണ്ട് പറയുന്നത് ഗോൾഡ് ETF ആണ്, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറയുന്നതിന്. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എക്സ്ചേഞ്ചിലാണ് ഈ സാധനം പർച്ചേസ് ചെയ്യുന്നതും സെല്ല് ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഗോൾഡാണ്. 99.5% ക്വാളിറ്റിയുള്ള ഗോൾഡിലാണ് ഇൻ ഡിമാറ്റ് ഫോം. ഡീമെറ്റീരിയൽസ്ഡ് ഫോമിലായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. നമുക്കത് കാണാൻ പറ്റില്ല, ഫിസിക്കലി കാണാൻ പറ്റില്ല, ബട്ട് വി ആർ ഇൻവെസ്റ്റിംഗ് ഇൻ എ ഗോൾഡ് ബേസ്ഡ് ഓൺ 99.5% ക്വാളിറ്റി റേഷ്യോ. ഓക്കെ, ഇത് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ്. എങ്ങനെയാണോ ഷെയർ ട്രേഡ് ചെയ്യുന്നത് അതേ പാറ്റേണിലാണ് ഇത്തരം ETFs ട്രേഡ് ചെയ്യുന്നത്. മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 1 യൂണിറ്റ്. 1 യൂണിറ്റ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 1 gram ഓഫ് ഗോൾഡിൻ്റെ പ്രൈസാണ് ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി ഹൈ ആണ്, എപ്പോൾ വേണമെങ്കിലും നമുക്കത് വാങ്ങാം, വിൽക്കാം. ഈ പറയുന്ന ഗോൾഡ് ETF ഇന്ന് നമ്മൾ ഗോൾഡ് വാങ്ങണം ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, 99.5% ക്വാളിറ്റിയുള്ള ഗോൾഡ് റേറ്റിൽ നമുക്കെന്ത് വാങ്ങാം, ഗോൾഡ് ETF. നാളെ അത് കൂടാണെങ്കിൽ നിങ്ങൾക്ക് വിൽക്കാം. അപ്പോൾ
ഗോൾഡ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഗോൾഡ് ETF എന്ന് പറയുന്നത്. സ്റ്റോറേജ് കോസ്റ്റ്, നോ ഫിസിക്കൽ സ്റ്റോറേജിനാണ്. ഇത് കള്ളന്മാർ കട്ടുകൊണ്ട് പോകുന്നോ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്നോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല. നമ്മൾ വാങ്ങി വെക്കുന്നു, നാളെ കൂടുമ്പോൾ അത് വിൽക്കണോ. ഓക്കെ, ഇത് നോൺ ഇക്വിറ്റി അസറ്റായിട്ടാണ് കണക്കാക്കുന്നത്. 20% വിത്ത് ഇൻഡെക്സേഷൻ ആഫ്റ്റർ 3 years. ഇത് നോൺ ഇക്വിറ്റി അസറ്റായിട്ട് കണക്കാക്കുന്നു. 20% 3 വർഷത്തിന് ശേഷം വിഡ്രോ ചെയ്യുമ്പോൾ വരുന്ന ടാക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. ഇതൊരു ഫണ്ട് ഓഫ് ഫണ്ടാണ്. ഫണ്ട് ഓഫ് ഫണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഈ നേരത്തെ സംസാരിച്ച പോലെയുള്ള ETF-കളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളാണ്. ഈ ഗോൾഡ് ETF ഇൻവെസ്റ്റ് തുടങ്ങാനായിട്ട് ഒരുപാട് കമ്പനികളുണ്ടാവും ഗോൾഡ് ETF-ൽ. അത്തരം കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളെയാണ് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ സിൽവർ ETF ഉണ്ട്. ഇത് ഗോൾഡ് ETF പോലെ തന്നെ സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് സിൽവർ ETF എന്ന് പറയുന്നത്. 99.9% സിൽവർ വാല്യൂ ഉള്ള അത് ബേസ് ചെയ്തിട്ടായിരിക്കും. ഗോൾഡിൽ 99.5 ആണെങ്കിൽ 99.9% ആയിരിക്കും. അത്തരം ഈ സിൽവറിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് സിൽവർ ETFs എന്ന് പറയുന്നത്. ഇനി മൾട്ടി കമ്മോഡിറ്റി ഫണ്ട് എന്ന് പറഞ്ഞാൽ മിക്സ് ഓഫ് കമ്മോഡിറ്റീസ് ലൈക്ക് ഗോൾഡ്, സിൽവർ, ഓയിൽ എക്സെട്ര. ഇതിനെയാണ് മൾട്ടി കമ്മോഡിറ്റി ഫണ്ട് എന്ന് പറയുന്നത്. വെരി ലിമിറ്റഡ് ആണ് ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട്. ഇതിൽ ഇത്തരം ഫണ്ടുകൾ കുറവായിരിക്കും. ഇൻ്റർനാഷണൽ ഫണ്ടായിട്ടാണത് ട്രീറ്റ് ചെയ്യപ്പെടുന്നത് കൂടുതലും. ഓക്കെ, ഇൻ്റർനാഷണൽ മ്യൂച്വൽ ഫണ്ട്സ് ഇതൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇൻ്റർനാഷണൽ കമ്മോഡിറ്റി ഫണ്ട് എന്ന് പറഞ്ഞാൽ ഫണ്ട് ദാറ്റ് ട്രാക്ക് ഗ്ലോബൽ കമ്മോഡിറ്റി ഇൻഡീസസ് ലൈക്ക് എനർജി, മെറ്റൽ. എനർജിയിലും മെറ്റലിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളെയാണ് ഇൻ്റർനാഷണൽ കമ്മോഡിറ്റി ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഈ പറയുന്ന ഇത് കഴിഞ്ഞാൽ, ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വരുന്നത് ഫണ്ട് ഓഫ് ഫണ്ട്സ് ആണ്. ഫണ്ട് ഓഫ് ഫണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഫണ്ട് വേറെ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ICICI ബ്ലൂ ചിപ്പ് ഫണ്ട് എന്ന് പറയുന്ന ഫണ്ട്, അവർക്ക് തോന്നുന്നു നല്ല ഫണ്ടുകളുണ്ട് എന്ന് തോന്നുന്നു, അവിടെ വേറെ ഫണ്ടുകളെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഷെയറിലും സ്റ്റോക്സിലും ഡെപ്റ്റിലൊന്നല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഡയറക്റ്റ് ഫണ്ടുകളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡെഫിനിഷൻ പറയാം? എ ഫണ്ട് ഓഫ് ഫണ്ട് ഈസ് എ മ്യൂച്വൽ ഫണ്ട് that invest in other mutual funds instead of directly investing stocks, bonds, commodities. ഒരു സ്റ്റോക്സിലോ ബോണ്ട്സിലോ കമ്മോഡിറ്റീസിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഡയറക്റ്റ് വേറെ കമ്പനിയുടെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്താണ്? ഫീച്ചേഴ്സ് ഡിസ്ക്രിപ്ഷൻ: അണ്ടർലൈങ് അസറ്റ് അതർ മ്യൂച്വൽ ഫണ്ട്സ് ലൈക്ക് ഇക്വിറ്റി, ഡെപ്റ്റ്, ഇന്റർനാഷണൽ ഗോൾഡ് എക്സെട്ര. ഡൈവേഴ്സിഫിക്കേഷൻ ഹൈ. Management fund manager chooses the balances other funds. Returns depend on the performance of the selected underlying funds. ഇതിവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന സെലക്റ്റഡ് ആയിട്ടുള്ള അണ്ടർലൈങ് ഫണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം റിട്ടേൺ തരുന്നതും വളരെയധികം സേഫ്റ്റി ഉള്ളതും വളരെയധികം എന്താ പറയുക ഗ്രോത്ത് ഉള്ളതുമായിട്ടുള്ള ഫണ്ടുകളിൽ അവർ സെലക്ട് ചെയ്തിരിക്കുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത്തരം ഫണ്ടുകളെ ഫണ്ട് മാനേജർ സെലക്ട് ചെയ്ത് അതിനനുസരിച്ചാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എക്സ്പെൻസസും കുറച്ച് കൂടുതലായിരിക്കും ഇത്തരം ഫണ്ടുകൾ. കാരണം നമുക്ക് 2 കോസ്റ്റ് വരുന്നുണ്ട്. ഒന്ന് അണ്ടർലൈൻ ഫണ്ട്സിൻ്റെ കോസ്റ്റ് വരുന്നുണ്ട്, FOFൻ്റെ കോസ്റ്റ് വരുന്നുണ്ട്. അണ്ടർലൈൻ ഫണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മ്യൂച്വൽ ഫണ്ട് എന്തായാലും ഒരു എക്സ്പെൻസ് അവർക്ക് ഉണ്ടാവുമല്ലോ, അഡ്മിനിസ്ട്രേഷൻ, അവിടുത്തെ ഫണ്ട് മാനേജറുടെ സാലറി ഇതൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ ഈ ഫണ്ട് സെലക്ട് ചെയ്യുന്നതിന് ഈ ഫണ്ട് മാനേജർക്ക് ഒരു സാലറി കൊടുക്കണമല്ലോ. അപ്പോൾ ഇത്തരം 2 പേരെ സാലറി ഇതിൽ വരുന്നത് കൊണ്ട് ഈ ഫണ്ട് ഓഫ് ഫണ്ട്സിന് എപ്പോഴും കോസ്റ്റ് മറ്റേതിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. പക്ഷേ അവരെപ്പോഴും സ്വിച്ച് ചെയ്യുന്ന നല്ല നല്ല ഫണ്ടുകളിൽ നിന്ന് വേറെ ഫണ്ടിലേക്ക് മാറ്റുകയും വേറെ പൊട്ട ഫണ്ടിൽ നിന്ന് വേറെ ഫണ്ടിലേക്ക് മാറ്റും. നമുക്കത് മാറ്റാൻ പറ്റാറില്ല പലപ്പോഴും. അതുകൊണ്ട് ഫണ്ട് ഓഫ് ഫണ്ട്സ് അത്തരക്കാർക്ക് അത് ഗുണകരമായിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഒരു ടൈപ്പ് പറയുന്നത് ഡൊമസ്റ്റിക് FOFs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ഇൻ മൾട്ടിപ്പിൾ മ്യൂച്വൽ ഫണ്ട് വിത്തിൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. അതിനെയാണ് ഡൊമസ്റ്റിക് ഫണ്ട് ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ ഫണ്ട് ഓഫ് ഫണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ മ്യൂച്വൽ ഫണ്ടിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, വേൾഡ് ലെവലിലുള്ള എല്ലാ മ്യൂച്വൽ ഫണ്ടുകളിലും അവർ ഇൻവെസ്റ്റ് ചെയ്യും. ഗോൾഡ് FOs എന്ന് പറഞ്ഞാൽ അവർ ഗോൾഡ് ETFസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ് ഇൻ ഗോൾഡ് വിത്തൗട്ട് ഡിമാറ്റ് അക്കൗണ്ട്. ഗോൾഡ് ETFസിൽ ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മൾട്ടി അസറ്റ് FOFs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സ് ഓഫ് ഇക്വിറ്റി, ഡെപ്റ്റ്, ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് അതിലൊക്കെയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ETF ബേസ്ഡ് ഓൺ FOFs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അഡ്വാൻറ്റേജസ് പറയുന്നത് ഈസി ഡൈവേഴ്സിഫിക്കേഷൻ ആണ്, എക്സ്പോഷർ ടു ഇൻ്റർനാഷണൽ മാർക്കറ്റ്സ്, പ്രൊഫഷണൽ ഫണ്ട് സെലക്ഷൻ ആൻഡ് റീബാലൻസിങ്.
ഈസി ഡൈവേഴ്സിഫിക്കേഷൻ ആയിരിക്കും ഇത്തരം ഫണ്ട് ഓഫ് ഫണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡൈവേഴ്സിഫിക്കേഷൻ വളരെയധികം നടക്കുന്നുണ്ട്. കാരണം ഒരു ഫണ്ടിൽ നിന്ന് വേറെ ഫണ്ടിലേക്കാണ് പോകുന്നത്. ഓട്ടോമാറ്റിക്കലി ഒരു ഫണ്ട് തന്നെ നമ്മൾ എടുക്കുന്നത് അസറ്റ് നല്ല സ്റ്റോക്കും നോക്കി വാങ്ങുന്ന ഫണ്ട് മാനേജേഴ്സിൻ്റെ എബിലിറ്റി ഉപയോഗിച്ചിട്ടാണ് ഒരു ഫണ്ട് സെലക്ട് ചെയ്യുന്നത്. വീണ്ടും ഒരു ഫണ്ട് വീണ്ടും വേറെ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അവിടെയും വേറൊരാളുടെയും കൂടി ടാലൻറ്റ് നോക്കുകയാണ്, അതിൽ ഏത് ബെസ്റ്റ് ഫണ്ട് എന്ന് നോക്കുന്നു എന്ന് പറയുമ്പോൾ നല്ല രീതിയിലുള്ള ഡൈവേഴ്സിഫിക്കേഷൻ നടക്കുന്നുണ്ട്. എക്സ്പോഷർ ടു ഇൻ്റർനാഷണൽ മാർക്കറ്റ്, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റർനാഷണൽ ഫണ്ടുകളിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ല ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റർ ആവാനും കൂടി നമുക്ക് സാധിക്കുന്നു. പ്രൊഫഷണൽ ഫണ്ട് സെലക്ഷൻ, ഞാൻ പറഞ്ഞല്ലോ 2 ഫണ്ട് മാനേജറെ സ്കില്ലാണ് ഉപയോഗിക്കുന്നതുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രൊഫഷണൽ ഫണ്ട് സെലക്ഷൻ നടക്കുന്നുണ്ട്. ഒപ്പം റീബാലൻസിങ്ങും നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എക്സ്പെൻസ് കൂടുതലാണ്. നമ്മൾ പറയുന്നില്ല ഒരു ഫണ്ട് മാനേജർക്കുള്ള സാലറി കൊടുക്കുമ്പോൾ അത് നമ്മുടെ കോസ്റ്റായിട്ട് മാറുന്നുണ്ടെങ്കിൽ ഇതിൽ 2 ഫണ്ട് മാനേജർ വരും, അതൊരു കോസ്റ്റാണ്. റിട്ടേൺസ് ഡിപ്പെൻഡ് ഓൺ ബോത്ത് എഫ് ഓഫ് മാനേജർ ആൻഡ് അണ്ടർലൈങ് ഫണ്ട്സ്. അപ്പോൾ ഇത് റിട്ടേൺ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഫണ്ട് മാനേജർ എബിലിറ്റി പോലെ ഇരിക്കും. നമ്മൾ ഒരാളിൽ തീരുമാനം എടുക്കുന്നത് ശരിയാവണമെന്നുണ്ടോ എന്ന് പറയുമ്പോൾ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു റിസ്ക്കും. ആ റിട്ടേൺ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അസറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് നമ്മളിപ്പോൾ കഴിഞ്ഞത്. ഇനി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബേസ്ഡ് ഓൺ സ്ട്രക്ചറിനെ ബേസ് ചെയ്ത് മ്യൂച്വൽ ഫണ്ടിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പറഞ്ഞു ഓപ്പൺ എൻഡഡ് ഫണ്ട്, ക്ലോസ് എൻഡഡ് ഫണ്ട്, ഇൻട്രവൽ ഫണ്ട് എന്നാണ് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് പറയുന്നത്. ഓപ്പൺ എൻഡഡ് ഫണ്ട് എന്ന് പറയുന്നത് open-ended mutual funds are mutual fund scheme that allow investors to buy and sell units at any time. നമ്മൾ പറഞ്ഞിരുന്നു, ഒന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരുന്നു, മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും നമ്മളതിൻ്റെ യൂണിറ്റാണ് നമ്മൾ വാങ്ങുന്നതെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് കിട്ടുന്നത് യൂണിറ്റാണ്. എത്ര യൂണിറ്റ് നമ്മൾ വാങ്ങിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഒരു മൂല്യമായിട്ട് നമ്മൾ പറയുന്നത്. നമുക്ക് ഇത്ര യൂണിറ്റ് കിട്ടി, ഓക്കെ, ഇത്ര യൂണിറ്റ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിൽക്കാം എന്നുള്ളതാണ് ഓപ്പൺ എൻഡഡ് ഫണ്ടിൻ്റെ ഗുണം. എപ്പോൾ വേണമെങ്കിലും വാങ്ങാനും എപ്പോൾ വേണമെങ്കിലും വിൽക്കാനും പറ്റുന്നതാണ് ഓപ്പൺ എൻഡഡ് ഫണ്ട്. അതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു മെച്യൂരിറ്റി പീരീഡ് ഇല്ല. നമുക്ക് പല ഫണ്ടുകൾ നമുക്ക് പറയുമ്പോൾ ചില ഫണ്ടുകൾ 4 വർഷം കഴിഞ്ഞിട്ട് വിൽക്കാൻ പാടുള്ളൂ, അങ്ങനെ ഒരു നിയമങ്ങളൊന്നുമില്ല. ഇന്ന് വാങ്ങിച്ചു നാളെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അതാണ് ഓപ്പൺ എൻഡഡ് ഫണ്ട്. ഓക്കെ, ഇനി എക്സാമ്പിൾ ഓഫ് ഓപ്പൺ എൻഡഡ് ഫണ്ട് എന്ന് പറയുന്നത് ബ്ലൂ ചിപ്പ് ഫണ്ട്, മിറൈ അസറ്റ്, ലാർജ് ക്യാപ് ഫണ്ട്, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ് ഓപ്പൺ എൻഡഡ് ഫണ്ടിന്. ഓക്കെ, എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഹൈ ലിക്വിഡിറ്റി ആണ്. ഓക്കെ, ട്രാൻസ്പെറൻറ്റ് പ്രൈസിങ് ത്രൂ ഡെയിലി NAV. നമുക്ക് എപ്പോഴും NAV ഡെയിലി അപ്ഡേറ്റഡ് ആവുന്നതുകൊണ്ട് പ്രൈസിങ് നമ്മളെപ്പോഴും ബോധവാന്മാരായിരിക്കും. കാരണം എന്നും പ്രൈസ് അപ്ഡേറ്റഡ് ആയിരിക്കും ഓപ്പൺ എൻഡഡ് ഫണ്ടിൽ. കാരണം എന്താണ്, എന്നും വിൽക്കേണ്ട ആൾക്കാരുണ്ടാവും, വാങ്ങേണ്ട ആൾക്കാരുണ്ടാവാം, അതുകൊണ്ട് എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്കൊരു ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കും. പ്രൈസിങ് കാണുന്നതിലൊരു ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കും. ഫ്ലെക്സിബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് വിഡ്രോവൽ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും വാങ്ങാനും വിൽക്കാനും പറ്റുന്നതോ എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ്. സ്യൂട്ടബിൾ ഫോർ SIPക്ക് സ്യൂട്ടബിൾ ആണ്. കാരണം ഇന്ന് വാങ്ങിയ പ്രൈസിനേക്കാൾ നാളെ കുറയുകയാണെങ്കിൽ SIP എന്ന് പറയുന്ന യൂണിറ്റ്സ് കൂടുതൽ കിട്ടുന്നു. അപ്പോൾ SIPക്ക് സ്യൂട്ടബിൾ ആണ്. അതുപോലെ തന്നെ ഈ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനും വെൽത്ത് ക്രിയേഷനും പറ്റുന്നൊരു ടൂളാണ് ഈ പറയുന്ന ഓപ്പൺ എൻഡഡ് ഫണ്ട്. NAV മേ ഫ്ലക്ച്വേറ്റ്സ് ഡെയിലി ബേസ്ഡ് ഓൺ മാർക്കറ്റ് പെർഫോമൻസ്. NAV എപ്പോൾ വേണമെങ്കിലും കൂടാനും കുറയാനും സാധ്യതയുള്ളതാണ്. കാരണം നമ്മൾ പറഞ്ഞു എപ്പോൾ വേണമെങ്കിലും വിൽക്കാം എന്നുള്ളത് കൊണ്ട് ഇതിൽ നിന്ന് കുറേ ആൾക്കാർ വിഡ്രോ ചെയ്ത് പോകാനും കുറേ ആൾക്കാർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് അതൊക്കെ NAVനെയാണ് ബാധിക്കുന്നത്. NAV ഫ്ലക്ച്വേറ്റ് ചെയ്യും. എക്സിറ്റ് ലോഡ് മേ അപ്ലൈ ഫ്രീ ഡീംഡ് ഡെയിലി. ഒരു വർഷത്തിന് മുമ്പാണ് സാധാരണ രീതിയിൽ എക്സിറ്റ് ലോഡ് വരാറുണ്ട്. നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എക്സിറ്റ് ലോഡ് വേണമെങ്കിൽ ചില ഫണ്ടുകളിൽ അപ്ലൈ ചെയ്യാറുണ്ട്. എക്സിറ്റ് ലോഡ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ചാർജസ് ആണ്. ഇത്ര ടൈമിനുള്ളിൽ നേരത്തെ വിടുകയാണെങ്കിൽ ഫണ്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ഇത്ര രൂപ ചാർജസ് വരുന്നുള്ളതാണ് എക്സിറ്റ് ലോഡ്. ചിലത് 1% ആയിരിക്കാം ഫണ്ടിൻ്റെ. അപ്പോൾ റിക്വേഴ്സ് മാർക്കറ്റ് അണ്ടർസ്റ്റാൻഡിങ് ടു ചൂസ് ദ റൈറ്റ് സ്കീം. നല്ല മാർക്കറ്റ് അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമാണ്. നല്ലൊരു ഫണ്ട് സെലക്ട് ചെയ്യണമെങ്കിൽ നല്ല മാർക്കറ്റ് നോളജ്, ഫണ്ടിനെ കുറിച്ചുള്ള നോളജ് ആവശ്യമാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ പറയുന്നത് ഓപ്പൺ എൻഡഡ് ഫണ്ട്. ഹൗ ഇറ്റ് ഡിഫേഴ്സ് ഫ്രം അതർ ഫണ്ട് ടൈപ്സ്. ഓപ്പൺ പർച്ചേസ് റിഡംഷൻ
traded on exchange, open-ended anytime, close-ended only enough. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അടുത്തൊരു വേർഷനാണ്, ഈ ഫണ്ടിൻ്റെ സ്ട്രക്ചറിൻ്റെ ബേസ് ചെയ്തുള്ള അടുത്ത വേർഷനാണ് ക്ലോസ് എൻഡഡ് ഫണ്ട്. എന്നാൽ മാത്രം നമുക്ക് ഇത് ഡിഫറൻസ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ക്ലോസ് എൻഡഡ് ഫണ്ട് എന്താണ്? ക്ലോസ് എൻഡഡ് ഫണ്ട് എന്ന് പറയുന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മളൊരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര കാലത്തേക്ക് ക്ലോസ്ഡ് ആയിരിക്കും, നമുക്കൊന്നും ടച്ച് ചെയ്യാൻ പറ്റില്ല. അത്തരം ഫണ്ടുകളെയാണ് ക്ലോസ് എൻഡഡ് ഫണ്ട് എന്ന് പറയുന്നത്. ഉദാഹരണം പറയാം, ക്ലോസ് എൻഡഡ് ഫണ്ട്സ് ആർ സ്കീംസ് ദാറ്റ് ഹാവ് എ ഫിക്സഡ് മെച്യൂരിറ്റി പീരീഡ്, യൂഷ്വലി 3 to 5 years. സാധാരണയായിട്ട് 3 വർഷം മുതൽ 5 വർഷം വരെ ക്ലോസിംഗ് പീരീഡുള്ള, മെച്യൂരിറ്റി പീരീഡുള്ള ഫണ്ടുകളെയാണ് ക്ലോസ് എൻഡഡ് ഫണ്ട് എന്ന് പറയുന്നത്. യു ക്യാൻ ഇൻവെസ്റ്റ് ഇൻ ദം ഓൺലി ഡ്യൂറിങ് ദ ന്യൂ ഫണ്ട് ഓഫർ പീരീഡ്. പുതിയതായിട്ടൊരു ഫണ്ട് ഇറക്കുമ്പോൾ മാർക്കറ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് NFO ഉള്ള ടൈമിൽ, ന്യൂ ഫണ്ട് ഓഫർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മാസം ടൈം കിട്ടും, ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടൊരു ടൈം കിട്ടും. ആ സമയത്ത് മാത്രമേ നമുക്കതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആഫ്റ്റർ ദാറ്റ് നോ ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് അലൗഡ് ആൻഡ് യൂണിറ്റ് ക്യാൻ ബി റിഡീംഡ് ഓൺലി അറ്റ് മെച്യൂരിറ്റി. അന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ മെച്യൂരിറ്റി പീരീഡിൽ മാത്രമേ നമുക്ക് ഇത് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ക്ലോസ് എൻഡഡ് ഫണ്ട്സ്. ക്ലോസ് എൻഡഡ് ഫണ്ട്സ് എന്ന് പറയുന്നത് കൊട്ടാക് ഫിക്സഡ് മെച്യൂരിറ്റി പ്ലാൻ, ICICI പ്രൊഡൻഷ്യൽ ഫിക്സഡ് മെച്യൂരിറ്റി പ്ലാൻ, HDFC FMC സീരീസ്, ഇതൊക്കെ ക്ലോസ് എൻഡഡ് ഫണ്ടിൻ്റെ ഉദാഹരണങ്ങളാണ്. അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഫിനാൻഷ്യൽ ഗോൾ ഉണ്ടെന്ന് വിചാരിക്കുക. നമുക്കൊരു 5 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനൊരു സംഭവം വാങ്ങണം, അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ളൊരു ബിൽഡിംഗ് കെട്ടണം, അല്ലെങ്കിൽ ഇങ്ങനെ രീതിയിലുള്ള ഒരു വാഹനം വാങ്ങണം എന്നിങ്ങനെ ഗോളുകൾ സെറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ നമുക്ക് 5 വർഷം കഴിഞ്ഞിട്ടാണ് അത് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം സാധനങ്ങൾക്ക് ഒരു പ്രെഡിക്റ്റബിലിറ്റി ഉണ്ടല്ലോ നമുക്ക് 5 വർഷം കഴിഞ്ഞാൽ. കാരണം ഇതിൽ ആരും വിഡ്രോ ചെയ്യുന്നില്ല, ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് അതേപോലെ തന്നെ എടുക്കണം അവിടെ. സോ ഗ്രോ ചെയ്യാനും സാധ്യതയുണ്ട് അവിടെ. ഓക്കെ, പിന്നെ നോ ഫ്രീക്വൻറ്റ് റിഡംഷൻ. റിഡംഷൻ ഇല്ലാത്തതുകൊണ്ട് ഫണ്ട് മാനേജർക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും ആ ഫണ്ട് ഉപയോഗിക്കാനായിട്ട്. ഫണ്ടിൻ്റെ ലോങ് ടേം ഗോളിനെ അത് ഗുണം ചെയ്യും. ലിസ്റ്റഡ് ഓൺ എക്സ്ചേഞ്ച്, അതുകൊണ്ട് ഏർലി എക്സിറ്റ് പോസിബിൾ. ഓക്കെ, എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഏർലി എക്സിറ്റ് പോസിബിൾ ആണ്, മനസ്സിലായോ? എക്സിറ്റിലാണത് നമ്മൾ ഈ പറയുന്ന എക്സ്ചേഞ്ചിൽ എക്സിറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ സമയത്താണത് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. സംടൈം അത് പോസിബിളും അല്ല. ലോ ലിക്വിഡിറ്റിയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി കുറവായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം ഫണ്ടുകൾ നമുക്ക് ഒരു പീരീഡ് കഴിയാതെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പെട്ടെന്ന് അർജൻസിയുള്ള ഫണ്ടുകളൊന്നും നമുക്കതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഓരോ ലക്ഷ്യത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഫണ്ടിൻ്റെ ഇത് വരുന്നത്. ഓക്കെ, ഇൻ്റർവൽ ഫണ്ട് എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. ഇൻ്റർവൽ ഫണ്ട് എന്ന് പറയുന്നത്, ഇൻ്റർവൽ ഫണ്ട്സ് ആർ ഹൈബ്രിഡ് ഓഫ് ഓപ്പൺ എൻഡഡ് ആൻഡ് ക്ലോസ് എൻഡഡ് ഫണ്ട്. രണ്ടിൻ്റെയും മിക്സ്ഡ് ആണ്. ഓപ്പൺ എൻഡഡിൻ്റെയും ക്ലോസ് എൻഡഡിൻ്റെയും മിക്സ്ഡ് ആണ് ഇൻ്റർവൽ ഫണ്ട് എന്ന് പറയുന്നത്. ഇൻ്റർവൽ ഫണ്ടിൽ ദേ അലൗ പർച്ചേസസ് ആൻഡ് റിഡംഷൻ ഓൺലി ഡ്യൂറിങ് സ്പെസിഫിക് ഇൻ്റർവെൽസ്. പർച്ചേസസും റിഡംഷനും സെല്ലിംഗ് ആണ്. ഓക്കെ, പർച്ചേസസും റിഡംഷനും അവർ ഉദ്ദേശിക്കുന്നത് ഒരു ഇൻ്റർവെൽസിലായിരിക്കും. റെഗുലർ ആവില്ല, ഇൻ്റർവെൽ സമയത്തായിരിക്കും. ചില സമയങ്ങളെന്ന് പറഞ്ഞാൽ 2 വർഷം കഴിഞ്ഞിട്ടാവും അവർ ഇൻ്റർവെൽ വയ്ക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും റിഡംഷൻ ചെയ്യാനുമുള്ള ഒരു സമയമായി എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഫണ്ട് ഹൗസ് ഡിക്ലെയർ ചെയ്യും. ഇത്രയാണ് ഈ സമയത്ത് ഞങ്ങൾ ഇത് ഓപ്പൺ ചെയ്യും, നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം, വിൽക്കണമെങ്കിൽ വിൽക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്യൂറേഷൻ കൊടുക്കും. അപ്പോൾ ഇൻ്റർവൽ ഫണ്ട്സിൻ്റെ ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത് SBI ഡെപ്റ്റ് ഇൻ്റർവൽ ഫണ്ട്, ICICI പ്രൊഡൻഷ്യൽ ഇൻ്റർവൽ ഫണ്ട്, ആദ്യത്തെ ബിർള സൺ ലൈഫ് ഇൻ്റർവൽ ഫണ്ട്, ഇതൊക്കെ ഇൻ്റർവൽ ഫണ്ടിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ലോ ലിക്വിഡിറ്റി നീഡ്സ്, ലിക്വിഡിറ്റി അധികം വേണ്ട, കുറച്ച് കാലം വെയിറ്റ് ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഗുണമാണ്. ഫണ്ട് മാനേജർ ഹാസ് മോർ കൺട്രോൾ ഓവർ അസറ്റ്സ്. ഫണ്ട് മാനേജർക്ക് കുറച്ചുകൂടി കൺട്രോൾ ഉണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു റെഗുലർ ടൈമിലാണത് വിഡ്രോ ചെയ്യാൻ, നമ്മളെ ഓപ്പൺ എൻഡഡ് പോലെ എപ്പോൾ പോയാലും വിഡ്രോ ചെയ്യാൻ പറ്റില്ല, ലിക്വിഡിറ്റി ഇല്ല. ഇവിടെ നമുക്ക് എപ്പോഴും എന്താണ് വിഡ്രോ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഫണ്ട് മാനേജർക്കൊരു കൺട്രോൾ ഉണ്ടായിരിക്കും. ലെസ് എഫക്റ്റഡ് ബൈ ഡെയിലി മാർക്കറ്റ് റിഡംഷൻ. ഡെയിലി മാർക്കറ്റിലെ റിഡംഷൻസിനെ ഇതിനായിട്ട് എഫക്റ്റ് ചെയ്യാത്തതുകൊണ്ട് കുറച്ചും കൂടിയും പ്രൈസിനും ഇത് എഫക്റ്റ് ചെയ്യുന്നില്ല, നെവിനും എഫക്റ്റ് ചെയ്യുന്നില്ല. ഗുഡ് ഫോർ ഷോർട്ട് ടു മീഡിയം ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ഡെപ്റ്റ് മാർക്കറ്റ്. ഡെപ്റ്റ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മീഡിയം ടേം ടു ഷോർട്ട് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്നൊരു ഫണ്ടാണിത്.
കാരണം ഇതൊരു ഹൈബ്രിഡ് മിക്സ്ഡ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന ഡെപ്റ്റ് മാർക്കറ്റിനേക്കാളും കുറച്ചും കൂടിയും ഗ്രോത്ത് ഇതിലുണ്ടാകാം, ക്യാപിറ്റൽ അപ്രീസിയേഷൻ. ബിക്കോസ് ഇത് റിഡംഷൻ നടക്കുന്നില്ലാത്തത് കൊണ്ട് ഫണ്ട് വാട്ട് എവർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് അത് അതിൽ തന്നെ കിടക്കുകയും ഫണ്ട് മാനേജർ ഫോക്കസ്ഡ് ആവുകയും ഓട്ടോമാറ്റിക്കലി അവർക്ക് റെഗുലർ റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള ഒരു സാധനം വരികയും ഓട്ടോമാറ്റിക്കലി ഫണ്ട് ക്യാപിറ്റൽ ഗ്രോത്ത് നടക്കുകയും ചെയ്യുന്നു. കാരണം ദർ ഇസ് നോ വിഡ്രോവൽ. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ലിക്വിഡിറ്റി. നമ്മൾ പറഞ്ഞ എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ. SIP ഓപ്ഷൻ ഇല്ല. SIP ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഓപ്ഷൻ ഇല്ല. നോട്ട് വൈഡ്ലി പോപ്പുലർ ഓർ അവൈലബിൾ. ഇത് അവൈലബിൾ ആവില്ല, മിക്കപ്പോഴും ഈ ഫണ്ട് അവൈലബിൾ ആവില്ല. ഓക്കെ, മേ നോട്ട് സ്യൂട്ട് ഇൻവെസ്റ്റേഴ്സ് ഹൂ നീഡ് ഫ്ലെക്സിബിൾ ആക്സസ് ടു ഫണ്ട്സ്. ഒരു ഫ്ലെക്സിബിൾ ആക്സസിബിലിറ്റി ആഗ്രഹിക്കുന്ന ഒരു ഇൻവെസ്റ്ററും ഇത് സ്യൂട്ടബിൾ ആവില്ല എന്നുള്ളതാണ് ഈ പറയുന്ന ഈ ഇൻ്റർവൽ ഫണ്ട്സിൻ്റെ ഡിമെറിറ്റ്സ്. ഓക്കെ, ഇനി നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഗോളിനെ ബേസ് ചെയ്തിട്ട് നമുക്കത് ചെയ്യാം. മ്യൂച്വൽ ഫണ്ടിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഗോളിനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് ഗ്രോത്ത് ഫണ്ട് എന്നും. ആദ്യത്തെ ഗ്രോത്ത് ഫണ്ടാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഗ്രോത്ത് ഫണ്ട്, ഇൻകം ഫണ്ട്, ടാക്സ് സേവിങ് ഫണ്ട്, ഇതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലാസിഫിക്കേഷനാണ്. ഐ മീൻ ഗോൾസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. ഗ്രോത്ത് ഫണ്ട് എന്താണ്? ഗ്രോത്ത് ഫണ്ട് ആർ മ്യൂച്വൽ ഫണ്ട് സ്കീംസ് ദാറ്റ് എയിം ഫോർ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഓവർ ദ ലോങ് ടേം. നമുക്കറിയാം ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ക്യാപിറ്റൽ അപ്രീസിയേഷനാണ്. ലോങ് ടേമിൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആഗ്രഹിക്കുന്ന ഫണ്ടിനെയാണ്, എയിം ചെയ്യുന്ന കമ്പനി തന്നെയാണ് ക്യാപിറ്റൽ ഗ്രോത്ത് ഫണ്ട് എന്ന് പറയുന്നത്. പ്രൈമർലി ഇൻവെസ്റ്റിംഗ് ഇൻ ഗ്രോത്ത് ഓറിയൻറ്റഡ് സ്റ്റോക്സ്. കൂടുതൽ ഗ്രോ ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോക്സിലാണ് ഇത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എക്സ്പെക്റ്റഡ് ടു ഗ്രോ ഫാസ്റ്റർ ദാൻ ദ മാർക്കറ്റ് ആവറേജ്. മാർക്കറ്റ് എങ്ങനെയാണോ കയറുന്നതിനേക്കാൾ ഫാസ്റ്റായിട്ട് കയറുന്ന കമ്പനികളെ നോക്കി ഇൻവെസ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഇവർ കൊണ്ടുപോകുന്നത്, ഗ്രോത്ത് ഓറിയൻറ്റഡ് ഫണ്ട്സ് കൊണ്ടുപോകുന്നത്. ഹൂ ഷുഡ് ഇൻവെസ്റ്റ് ഗ്രോത്ത് ഫണ്ട്? ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ്. കൂടുതലും ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. കാരണം ഷോർട്ട് ടേമിലേക്ക് ഒരിക്കലും ഗ്രോത്ത് ഫണ്ടുകളിൽ ആരും ചൂസ് ചെയ്യാറില്ല. ബിക്കോസ് മാർക്കറ്റ് എനി ടൈം ഗോ ഡൗൺ ഗോ അപ്പ് ആൾസോ ആസ് വെൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സാണ് ഇതിൽ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഇൻവെസ്റ്റേഴ്സ് വിത്ത് ഹൈ റിസ്ക് അപ്പിറ്റേറ്റ്. ഏറ്റവും കൂടുതൽ റിസ്ക് കാപ്പബിലിറ്റി ഉള്ള ആൾക്കാർക്കാണ് ഈ പറയുന്ന ഈ ഫണ്ട് കൊടുക്കുന്നത്. പീപ്പിൾ സേവിങ് ഫോർ ഫ്യൂച്ചർ ഗോൾസ്, റിട്ടയർമെൻറ്റ്, ചൈൽഡ് എഡ്യൂക്കേഷൻ, വെൽത്ത് ക്രിയേഷൻ, അങ്ങനെ ഒരുപാട് ഗോൾസ് നമ്മളിപ്പോൾ ഉണ്ടായിരിക്കാം. ഒരു 10 വർഷം കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇത്ര കോടി ഉണ്ടാവണം, അല്ലെങ്കിൽ ഇത്ര എൻ്റെ മകളുടെ കല്യാണം കഴിപ്പിക്കണം, എൻ്റെ മകൻ്റെ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറയുന്ന ഗോളുകളുള്ള ആളുകൾക്ക് അത്തരം ഗോളുകൾ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഫണ്ടുകൾ, ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫണ്ടുകൾ, ഗ്രോത്ത് ഫണ്ട് ഉള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രോത്ത് ഫണ്ടിൽ ലാർജ് ക്യാപ്പ് ഫണ്ട് ഉണ്ട്, മിഡ് ക്യാപ്പ് ഫണ്ട് ഉണ്ട്, മിഡ് ആൻഡ് സ്മോൾ ക്യാപ്പ് ഫണ്ട് ഉണ്ട്, തിമാറ്റിക് ഫണ്ട് ഉണ്ട്, സെക്ടറൽ ഫണ്ട് എന്ന് പറയുന്ന പോലെ ELSS ഉണ്ട്, ഇക്വിറ്റി ലിങ്ക്ഡ് സർവീസ് സ്കീം, സേവിംഗ് സ്കീം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലത്തെയുള്ള ഫണ്ടുകളുണ്ട്. അതാണ് ഗ്രോത്ത് ഫണ്ട് എന്ന് പറയുന്നത്. ഗ്രോത്ത് ഫണ്ടിൻ്റെ ഉദാഹരണമാണ് ആക്സിസ് മിഡ് ക്യാപ്പ് ഫണ്ട് എന്ന് പറയുന്നത് ഒരു ഗ്രോത്ത് ഫണ്ടാണ്. SBI സ്മോൾ ക്യാപ്പ് ഫണ്ട് ഗ്രോത്ത് ഫണ്ടാണ്. ഇതൊക്കെ ഗ്രോത്ത് ഫണ്ടിൻ്റെ ഉദാഹരണങ്ങളാണ്. ഓക്കെ, ഇനി വരുന്നത് ഇൻകം ഫണ്ടാണ്. ഇൻകം ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സെറ്റപ്പാണ് ഇൻകം ഫണ്ട് എന്ന് പറയുന്നത്. ഇൻകം ഫണ്ട് ആർ ടൈപ്പ് ഓഫ് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് ദാറ്റ് പ്രൈമർലി ഇൻവെസ്റ്റ് ഇൻ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് സച്ച് ആസ് കോർപ്പറേറ്റ് ബോണ്ട്സ്, government securities, debentures and money market instruments. The main aim is to provide regular income and capital preservation. നേരത്തെ അതേ പറഞ്ഞ പോലെ തന്നെ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ക്യാപിറ്റൽ പ്രിസർവേഷനാണ് ഇതിൻ്റെ മെയിൻ എയിം. അതുപോലെ തന്നെ റെഗുലർ ഇൻകമാണ് അതിൻ്റെ രണ്ടാമത്തെ എയിം. പ്രിസർവേഷനും റെഗുലർ ഇൻകം വരണമെങ്കിൽ നമ്മൾ കോർപ്പറേറ്റ് ബോണ്ട്സ്, ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ഡിബഞ്ചേഴ്സ്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഇവിടെയാണ് നമ്മൾ ഈ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആരാണ് ഇതിൽ ഇൻവെസ്റ്റേഴ്സ്? സാധാരണ ഇൻവെസ്റ്റേഴ്സ് ലുക്കിംഗ് ഫോർ റെഗുലർ ഇൻകം. എനിക്ക് റെഗുലറായിട്ട് ഇൻകം വേണം, ഇപ്പോൾ തന്നെ ഇൻകം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് ഇത് ഉപയോഗിക്കാം. ദോസ് വിത്ത് ലോ ഓർ ടു മോഡറേറ്റ് റിസ്ക്. അധികം റിസ്ക് ഒന്നും എടുക്കാൻ എനിക്ക് പറ്റില്ല, കാരണം മ്യൂച്വൽ ഫണ്ടും ഷെയർ മാർക്കറ്റിൻ്റെ റിസ്ക് എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്ന ആളുകൾക്ക് അത് ഉപയോഗിക്കാം, ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. പീപ്പിൾ പ്രിഫറിങ് ഡെപ്റ്റ് ഓവർ ഇക്വിറ്റി. കൂടുതൽ ആരാണോ ഡെപ്റ്റിനെ കൂടുതൽ ആഗ്രഹിക്കുന്നത്, ഡെപ്റ്റ് മീൻസ് കടപ്പത്രങ്ങളിലും ബോണ്ടുകളിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കും ഇക്വിറ്റീനേക്കാൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ആരാണോ അവർക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. സ്യൂട്ടബിൾ ഫോർ റിട്ടയേഴ്സ്, കോൺസർവേറ്റീവ് ഇൻവെസ്റ്റേഴ്സ്. ആർക്കാണ്? റിട്ടയറേഴ്സിനും കോൺസർവേറ്റീവ് ഇൻവെസ്റ്റേഴ്സിനും അത് സ്യൂട്ടബിൾ ആയിരിക്കും. റിട്ടയർമെൻ്റ് ചെയ്ത എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പറ്റുന്ന ഒരു ഇൻകം സോഴ്സാണ് ഈ പറയുന്ന ഫണ്ടുകൾ എന്ന് പറയുന്നത്. HDFC ഇൻകം ഫണ്ട്, ICICI പ്രൊഡൻഷ്യൽ ഇൻകം ഒപ്റ്റിമൈസർ ഫണ്ട്, SBI മാഗ്നം ഇൻകം ഫണ്ട്, ഇതൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ, ഇനി ടാക്സ് സേവിങ് ഫണ്ടാണ്.
ടാക്സ് സേവിംഗ് ഫണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ELSS ഫണ്ട്സ് ആർ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ദാറ്റ് കം വിത്ത് ലോക്ക് ഇൻ പീരീഡ് ഓഫ് 3 years ആൻഡ് ഓഫർ ടാക്സ് ബെനിഫിറ്റ് അണ്ടർ സെക്ഷൻ 80C ഓഫ് ഇൻകം ടാക്സ് ആക്ട്. ഇൻകം ടാക്സ് ആക്ടിൻ്റെ സെക്ഷൻ 80C പ്രകാരം 3 വർഷം ലോക്കിംഗ് പീരീഡ് ഉള്ള മ്യൂച്വൽ ഫണ്ടുകളെയാണ് ടാക്സ് സേവിങ്സ് ELSS എന്ന് പറയുന്നത്, ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ്സ് സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ആരാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? കൂടുതലും സാലറീഡ് എംപ്ലോയീസ് ആൻഡ് ടാക്സ് പേയേഴ്സ് ലുക്കിംഗ് ടു സേവ് ടാക്സ്. സാലറീഡ് എംപ്ലോയീസ് അവർക്ക് എന്തായാലും ടാക്സ് പേ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫണ്ടാണ് ടാക്സ് ഈ പറയുന്ന ELSS എന്ന് പറയുന്നത്. ഇൻവെസ്റ്റേഴ്സ് വില്ലിംഗ് ടു സ്റ്റേ ഇൻവെസ്റ്റഡ് ഫോർ അറ്റ്ലീസ്റ്റ് 3 years. ഒരു 3 വർഷമെങ്കിലും ലോക്കിംഗ് പീരീഡ് വെയിറ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ആരൊക്കെയാണോ അതൊക്കെ അവർക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ദോസ് സീക്കിംഗ് ലോങ് ടേം വെൽത്ത് ക്രിയേഷൻ വിത്ത് ടാക്സ് ബെനിഫിറ്റ്. വെൽത്ത് ക്രിയേഷനോടൊപ്പം ടാക്സ് ബെനിഫിറ്റും കൂടി കിട്ടാൻ ആഗ്രഹിക്കുന്ന ആരാണോ അവർക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇതാണ് ELSS. ELSS എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബെനിഫിറ്റ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാക്സ് സേവിങ്സ് അണ്ടർ സെക്ഷൻ 80C അനുസരിച്ചുള്ള ടാക്സ് സേവിങ് കിട്ടുന്നുണ്ട്. ഷോർട്ടസ്റ്റ് ലോക്കിംഗ് പീരീഡ് എമംഗ് ഓൾ 80C ഓപ്ഷൻസ്. പല 80C ഓപ്ഷൻസ് മിനിമം 5-10 വർഷമൊക്കെയാണ് ഇൻഷുറൻസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകൾ പറയുന്നത്. അത് നമുക്കിവിടെ 3 വർഷമേ വേണ്ടൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇൻഷുറൻസിലാവുമ്പോൾ മിനിമം ഒരു 5 വർഷമെങ്കിലും വേണ്ടി വരും എന്നുള്ളതാണ്. ഇവിടെ 3 വർഷമേ വേണ്ടൂ. പൊട്ടൻഷ്യൽ ഫോർ ഹൈ റിട്ടേൺസ് കമ്പയർഡ് ടു ഫിക്സഡ് ഇൻകം. പൊട്ടൻഷ്യൽ ഫോർ ഹൈ റിട്ടേൺസ്, നമ്മൾ ഇക്വിറ്റിയിൽ ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ട് ഹൈ റിട്ടേൺസിന് സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇക്വിറ്റി എക്സ്പോഷർ അലൗസ് വെൽത്ത് ക്രിയേഷനും നടക്കുന്നുണ്ട്. എലിജിബിൾ ഫോർ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിന് എലിജിബിളും കൂടിയാണ് ടാക്സ് സേവിങ് പ്ലാൻ എന്ന് പറയുന്നത്. ELSS SIP പോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ടും സ്യൂട്ടബിൾ ആയിരിക്കും. ഇനി അടുത്ത് വരുന്നത് ഇൻഡെക്സ് ഫണ്ടാണ്. ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത് ETFs, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറയും. നമുക്കറിയാം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇതൊക്കെ ഇൻഡെക്സുകളാണ്. ഓക്കെ, ഇൻഡെക്സുകൾ എങ്ങനെയാണ് നമുക്ക് ഫണ്ടാക്കാൻ പറ്റുന്നത്? ഇൻഡെക്സ് ഫണ്ട് ആർ മ്യൂച്വൽ ഫണ്ട് ദാറ്റ് എയിം ടു റിപ്ലിക്കേറ്റ് ദ പെർഫോമൻസ് ഓഫ് സ്പെസിഫിക് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ലൈക്ക് Nifty 50 Sensex by investing in the same stock in the same proportion. Nifty 50-ൽ 50 സ്റ്റോക്സ് ഉണ്ട്. ഓക്കെ, ഈ 50 സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് Nifty 50 ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, മനസ്സിലാക്കാം. ആ ഫണ്ട് അത്തരം സ്റ്റോക്കുകൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് പറയുന്നത് ഇൻഡെക്സ് ഫണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്? ലോ കോസ്റ്റ് ഡ്യൂ ടു പാസീവ് മാനേജ്മെൻറ്റ്. ഇതിന് വലിയ പ്രത്യേകിച്ച് എക്സ്പെൻസസ് ഒന്നുമില്ല. മറ്റേ പാസീവ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് അല്ല വരുന്നത്. കാരണം നമ്മൾ Nifty 50-നെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ അതിലുള്ള സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത്രയും വലിയ കോസ്റ്റ് വരുന്നില്ല. ഡൈവേഴ്സിഫിക്കേഷൻ അക്രോസ് ഓൾ സ്റ്റോക്സ് ഇൻ ദ ഇൻഡെക്സ്. ഇൻഡെക്സിലുള്ള എല്ലാ സ്റ്റോക്സുകളിലും ഡൈവേഴ്സിഫിക്കേഷൻ നടക്കുന്നുണ്ട്. ലോ റിസ്ക് കമ്പയർഡ് ടു ആക്റ്റീവ്ലി മാനേജ്ഡ് ഫണ്ട്സ്. ലോ റിസ്ക് ആണ്. കാരണം നമ്മൾ ആക്റ്റീവ്ലി മാനേജ്ഡ് ഫണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചൊരു സ്റ്റോക്ക് പ്രൈസ് ചെയ്യുന്നതിന് ഒരുപാട് കോസ്റ്റ് ഇൻവോൾവ്ഡ് ആയിരിക്കും. നമുക്കതിനെക്കുറിച്ച് പഠിക്കണം, അതിനുള്ള എക്സ്പെൻസ് ഉണ്ട്. ഇതിലതൊന്നുമില്ല. നമ്മൾ Nifty 50-ലുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സ്, Nifty 50-ലുള്ള സ്റ്റോക്സ് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ചുള്ള എക്സ്പെൻസസ് ഒന്നും വരുന്നില്ല. ട്രാൻസ്പെറൻറ്റ് സിമ്പിൾ സ്ട്രാറ്റജി. ഒരു ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കും, ഒരു സിമ്പിൾ സ്ട്രാറ്റജിയാണ്. ഗുഡ് ഫോർ ബിഗിനേഴ്സ് ആൻഡ് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ്. ബിഗിനേഴ്സിനും ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനും നല്ലതാണിത്. ഓക്കെ, ടൈപ്പ് ഓഫ് ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ Nifty 50 ബേസ്ഡ്, സെൻസസ് ബേസ്ഡ്, സെക്ടറൽ ETFs, തിമാറ്റിക് ETFs, ഇൻ്റർനാഷണൽ ETFs, ഇതൊക്കെ ഇൻഡെക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഫണ്ടുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഈ സെക്ടറൽ ആൻഡ് തെമാറ്റിക് ഫണ്ട്സ് എന്ന് പറയുന്നതാണ് അടുത്ത ക്ലാസിഫിക്കേഷൻ. സെക്ടറൽ ആൻഡ് തിമാറ്റിക് ഫണ്ട്സ്. സെക്ടറൽ എന്ന് പറഞ്ഞൊരു പ്രത്യേക സെക്ടറിൽ മാത്രം. എന്തൊക്കെയാണ് സെക്ടർ എന്ന് പറഞ്ഞാൽ? IT ഉണ്ടായിരിക്കാം, ഫാർമി ഉണ്ടായിരിക്കാം, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരിക്കാം, ബാങ്കിങ് ഉണ്ടായിരിക്കാം. അത്തരം സെക്ടറുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളെയാണ് സെക്ടറൽ ഓർ തിമാറ്റിക് ഫണ്ട് എന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്? എന്താണ് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ? ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഇഫ് ദ സെക്ടർ ഓർ തിമാറ്റിക് പെർഫോമൻസ്. ആ സെക്ടർ പെർഫോംഡ് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര റിട്ടേൺ ആയിരിക്കും വരുന്നത്. അലൗസ് ഇൻവെസ്റ്റേഴ്സ് ടു ക്യാപിറ്റലൈസ് ഓൺ സ്പെസിഫിക് എക്കണോമിക് ട്രെൻഡ്സ് ഓർ സെക്ടേഴ്സ്. ഇൻവെസ്റ്റേഴ്സിനെ കൂടുതൽ അവരുടെ ഫണ്ട് ക്യാപിറ്റലൈസ് ചെയ്യാൻ സാധിക്കുന്നു സ്പെസിഫിക് ആയിട്ടുള്ള എക്കണോമിക് ട്രെൻഡ്സിന്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പർട്ടിക്കുലർ ഇഷ്യൂ വന്നതുകൊണ്ട് ഈ പറയുന്ന
ബാങ്കിങ് സെക്ടർ വല്ലാതെ ഇവിടെ കയറിപ്പോയി എന്ന് വിചാരിക്കാം. നല്ല ഡെവലപ്പായി കൊണ്ടിരിക്കുകയാണ്. ബാങ്കിങ്ങിനുള്ള സാധ്യതകൾ കൂടുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ ബാങ്കിങ് സെക്ടർ പെർഫോം ചെയ്യാൻ തുടങ്ങും. ബാങ്കിങ് സെക്ടർ പെർഫോം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്തരം പെർഫോമൻസിൻ്റെ ഇടയിൽ ആ പെർഫോമൻസിൻ്റെ എക്കണോമിക് കണ്ടീഷൻ മാറുന്നതിനനുസരിച്ച് നമുക്കും ഗ്രോ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു എന്നുള്ളതാണ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചുള്ളത്. ഇത് ഡൈവേഴ്സിഫൈ കോർ പോർട്ട്ഫോളിയോ വിത്ത് ഫോക്കസ്ഡ് എക്സ്പോഷർ. ഇത് വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള എക്സ്പോഷറോട് കൂടിയിട്ട് പോർട്ട്ഫോളിയോ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ റിസ്ക് ആണ് ഡ്യൂ ടു ലാക്ക് ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ നടക്കുന്നില്ല. ഒരു ബാങ്കിങ് ഇൻഡസ്ട്രി മാത്രമാണെങ്കിൽ ബാങ്കിങ് മാത്രമേ ഉള്ളൂ, IT ആണെങ്കിൽ IT മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി IT സെക്ടറിന് എന്തെങ്കിലും തകരാറ് വരികയോ അല്ലെങ്കിൽ ബാങ്ക് സെക്ടറിന് എന്തെങ്കിലും താഴേക്ക് പോകുന്നൊരു സിറ്റുവേഷൻ വരികയോ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഫണ്ടിനെ മൊത്തത്തിൽ ബാധിക്കും. വോളറ്റൈൽ പെർഫോമൻസ് ബേസ്ഡ് ഓൺ സെക്ടർ ആൻഡ് തിമാറ്റിക് സൈക്കിൾ. പെർഫോമൻസും വോളറ്റൈൽ ആയിരിക്കും. പിന്നെ നോട്ട് സ്യൂട്ടബിൾ ഫോർ കൺസർവേറ്റീവ് ഇൻവെസ്റ്റേഴ്സ് ഓർ ബിഗിനേഴ്സ്. ഇതൊരു കൺസർവേറ്റീവ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റിസ്കി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയിരിക്കും. ഒപ്പം ഈ പറയുന്ന പുതിയ ആൾക്കാർ മാർക്കറ്റിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പുതിയ ആൾക്കാർക്കൊന്നും ഇത് സ്യൂട്ടബിൾ ആയിരിക്കില്ല എന്നാണ് സെക്ടർ ഫണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മൾ ഫണ്ടുകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത് 5 ഈ പറയുന്ന അതിൻ്റെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടും അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾസിനെ ബേസ് ചെയ്തിട്ടും അതിൻ്റെ അസറ്റ് ക്ലാസിനെ ബേസ് ചെയ്തിട്ടുമുള്ള ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാവുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.